ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ പടന്ന എന്ന ഗ്രാമപഞ്ചായത്തിലെ ഒരു കായലിൻ്റെ തീരത്താണ്. ഞങ്ങൾ ഇന്നിവിടെ തേടി എത്തിയിരിക്കുന്നത് ഈ കുഞ്ഞു വായന കുഞ്ഞെഴുത്ത് എന്ന ഒരു ആശയത്തിലൂടെ നമ്മുടെ മക്കളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു അധ്യാപകനെ തേടിയാണ്. ചെറുപ്പത്തിലെ കുട്ടികളെ ഈ കുഞ്ഞു വായനയിലൂടെയും കുഞ്ഞെഴുത്തിലൂടെയും അവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു അധ്യാപകൻ. 3 പതിറ്റാണ്ട് കാലമായി അദ്ദേഹം അധ്യാപന രംഗത്ത്. അദ്ദേഹത്തെ വെറും അധ്യാപകൻ എന്ന് മാത്രം പറയാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹം ഒരു ജൈവ കർഷകനാണ്, കലാകാരനാണ്, ഭാഷാപ്രേമിയാണ്. ഇതിനൊക്കെ ഉപരി അദ്ദേഹം അനൗൺസറാണ്. അനൗൺസർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് പ്രത്യക്ഷമായ ഒരു കാലമല്ല ഇന്ന്. പണ്ട് കാലത്ത് പക്ഷേ ഒരു അനൗൺസർ എന്ന പ്രത്യക്ഷമായി നാം കാണുന്ന ഒന്നായിരുന്നു. നാരായണൻ പുതുമന. ഇദ്ദേഹത്തെ തേടിയാണ് ഞങ്ങളുടെ വരവ്. ഞങ്ങളെ ആകർഷിച്ചതാണ് കുഞ്ഞു മക്കളെ കുഞ്ഞെഴുത്തിലൂടെ കുഞ്ഞു വായനയിലൂടെ അവരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന അധ്യാപകൻ. പ്രേക്ഷകർക്കും ഒപ്പം നാരായണൻ പുതുമനയ്ക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നിങ്ങളെപ്പോലുള്ള ആളുകളെ തേടി വരുന്നത് വ്യത്യസ്തരാകുക മനുഷ്യർ എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് മാതൃകയാണ്. താങ്കൾ എവിടെയാണ് ജനിച്ചത്? ആ പ്രദേശത്തിന്റെ പേരെന്താണ്? കുറുവേലി. പയ്യന്നൂർ മാത്തിൽ കുറുവേലി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. മാതാപിതാക്കൾ അച്ഛൻ, അമ്മ കൃഷ്ണൻ നമ്പൂതിരി, അമ്മ ദ്രൗപദി അന്തർജനം. അപ്പൊ ഈ ബ്രാഹ്മൺസ് ആണ് അല്ലേ? എത്ര മക്കളായിരുന്നു നിങ്ങൾ? ഞാൻ 2 മക്കളാണ്. എന്താണ് നിങ്ങള്? ചേച്ചി വയക്കര സ്കൂളിലാണ് അധ്യാപിക. എന്താ പേര്? ദ്രൗപദി. എന്താ നിങ്ങൾ ഈ നമ്പൂതിരി പേര് കൂട്ടായിരുന്നത്? സാധാരണ എല്ലാവരും അങ്ങനെ ഇപ്പൊ നാരായണൻ നമ്പൂതിരി എന്ന് വേണമെങ്കിൽ ആക്കാലോ. അത് ഞാൻ ജാതീയത അങ്ങനെ വേണ്ട എന്നുള്ള രൂപത്തിലാണ്. അല്ല, മാതാപിതാക്കൾ പേരിടുമ്പോൾ നമ്പൂതിരി കൂടെ ഉണ്ടായിരുന്നു. എന്റെ ഒഫീഷ്യലായ പേര് നാരായണൻ നമ്പൂതിരി എന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ അത് നാരായണൻ പുതുമന എന്നാക്കി മാറ്റി, വീട്ടുപേരിലേക്ക് മാറ്റി. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ ജ്യോതിഷം, സൗജന്യമായ ജ്യോതിഷം എടുത്തു പറയണം. അതുപോലെ തന്നെ കൃഷി, അങ്ങനെ പരിമിതികൾ. അച്ഛൻ കഴുങ്ങ്, തെങ്ങ്, വാഴ അങ്ങനെയുള്ള കാര്യങ്ങളും കൃഷിയും ചെയ്യും. ദ്രൗപദി അന്തർജനം ഹൗസ് വൈഫ് എന്നാണ് പറയുന്നത് ഇന്നത്തെ ഭാഷയിൽ. എന്താണ് അന്നത്തെ കാലത്ത് ഈ ഇല്ലത്തെ കുറിച്ചുള്ള താങ്കൾ കണ്ട സങ്കല്പം? ഇന്ന് ഇല്ലങ്ങൾ ആ ലെവലിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ്. വളരെ അപൂർവമായി തന്നെ ഇല്ലങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ താങ്കളുടെ ചെറുപ്പകാലത്തെ ഇല്ലങ്ങളും അന്തർജനവും നമ്പൂതിരിപ്പാടും ഒക്കെ എങ്ങനെയായിരുന്നു ആ ജീവിത ശൈലി? അത് ഞാൻ ഏറ്റവും കൂടുതൽ ഗൃഹാതുരത്വം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം ബാംഗ്ലൂർ ടൗണിൽ ജീവിക്കണമെന്ന് വെച്ചാൽ വേണ്ട. ഞാൻ പല ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നുണ്ട്. 2 ദിവസം അധികം നൈറ്റ് ലൈഫ് എനിക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ പ്രകൃതി, എൻ്റെ നാട്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജാതീയതയ്ക്ക് ഞാൻ എതിരാണ്. പക്ഷേ ജാതിക്കെതിരുമല്ല, ഒരു വൈവിധ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഇനി നമ്പൂതിരിയായാലും ഇനി ഏത് മതമായാലും ഏത് ജാതിയായാലും ഇവരൊക്കെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും എല്ലായിട്ടുണ്ട്. അവളതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ബ്രാഹ്മൺസ് പൊതുവെ വലിയ കുഴപ്പത്തിനൊന്നും, പ്രത്യേകിച്ച് കേരളത്തിലെ ആ രൂപത്തിൽ നമ്മൾ അച്ഛനായാലും നമ്മൾ വളർന്ന ശീലം എന്നുള്ളത് ഏറ്റവും സൗമ്യമായ മറ്റൊരു പെരുമാറുക, ഭക്ഷണം കൊടുക്കുക. അച്ഛൻ അതിലെ പോകുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ അന്ന് നമ്മളെ വീട്ടിലും ദാരിദ്ര്യമായിരുന്നു, വളരെയും ദാരിദ്ര്യമായിരുന്നു. ഇത് വേറെ ചരിത്രമാണ്. ബ്രാഹ്മൺസ് നമ്മൾ ഉയർന്ന ഇതായി കാണുന്നെങ്കിലും ധാരാളമായിട്ട് പട്ടിണിയിലാണ് എന്നൊക്കെ ഒരു പരിധി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വളരെ ഈ ബ്രാഹ്മൺസിന് ഇപ്പം തളിപ്പറമ്പിൽ കമ്പനി സ്വാമി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ കമ്പനി സ്വാമിയൊക്കെ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയത്. ബ്രാഹ്മൺസിന് അങ്ങനെ ഒരു അന്നദാന പ്രഭു എന്നാണ് ശരിക്കും കമ്പനി സ്വാമിയെ തളിപ്പറമ്പുകാർ വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു കൾച്ചർ വരാനുള്ള ഒരു കാരണം എന്താ ബ്രാഹ്മൺസിന്? ശരിക്കും ബ്രാഹ്മൺസിൻ്റെ കൾച്ചർ എനിക്ക് തോന്നുന്നു പൊതുവേ അങ്ങനെ ബ്രാഹ്മൺസിൻ്റെ വരാനുള്ള കാരണം ഈ പുസ്തകങ്ങൾ നമ്മൾ പൊതുവേ പറയലുണ്ട്, ഈ പുരാണങ്ങളൊക്കെ തെറ്റാണ് എന്നൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറയുമ്പോഴൊപ്പം തന്നെ ഈ പുരാണങ്ങളും ഒക്കെ തന്നെ അതിൽ ഒരുപാട് മൂല്യങ്ങൾ. എൻ്റെ അനൗൺസ്മെൻറ്റിൽ തന്നെ ഞാൻ അനൗൺസ് ചെയ്യുന്ന ഒരാളാണ്. അനൗൺസ് ചെയ്യുമ്പോൾ അതിൽ മൂല്യങ്ങളുടെ കഥ പറയുന്ന അല്ലെങ്കിൽ മൂല്യങ്ങൾ പഠിപ്പിച്ച നടത്തിയിട്ടുള്ളത്. അച്ഛനും അമ്മയും അച്ഛന്റെ അമ്മയൊക്കെ കണ്ട ഓർമ്മയില്ല? അവരൊന്നും കണ്ട ഓർമ്മയില്ല. അവർ ചെറുപ്പത്തിലേ പോയി. ഈ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആ കാലഘട്ടത്തിൽ ഈ അന്തർജനവും പ്യുവർ വെജിറ്റേറിയൻ ഒക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ? ഇപ്പോൾ ഞാനും ഫുൾ വെജിറ്റേറിയനാണ്. ഈ അച്ഛനും അമ്മയിൽ നിന്നുള്ള ഒരു റോൾ മോഡൽ താങ്കളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു? സൗമ്യ സ്വഭാവം എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടമല്ല. ആ കാലഘട്ടത്തിലെ അച്ഛൻ്റെയും അമ്മയും താങ്കൾക്ക് ലഭിച്ച മാതൃകകൾ എന്തൊക്കെയായിരുന്നു?
അച്ഛനമ്മയൊന്നും ലഭിച്ച് അച്ഛന് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു, ഒരു നിയന്ത്രണം നമ്മളെല്ലാം. എന്തൊക്കെ നിയന്ത്രണങ്ങളായിരുന്നു? ആടെ പോകാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ ഈട് പോകാൻ വേണ്ടി പാടില്ല, രാത്രി വൈകി വരാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലാണ്. അത് തന്നെ ആയിരുന്നു പലപ്പോഴും എൻ്റെ ചിന്തിച്ചത്. അതുകൊണ്ട് പലപ്പോഴും എൻ്റെ സർഗാത്മക കഴിവുകൾ, ഒരു നെഗറ്റീവായി പറഞ്ഞല്ല, എൻ്റെ സർഗാത്മക കഴിവ് കുറച്ച് പിന്നോട്ട് പോകാൻ കാരണം അങ്ങനത്തെ ഒരുപാട് കർക്കശ സ്വഭാവം എന്ന് വേണം പറയാം. റിബലായി മാറിയായിരുന്നു ചെറുപ്പത്തിൽ? ഇല്ല, അങ്ങനെയില്ല. അമ്മ എങ്ങനെയായിരുന്നു? അമ്മ വളരെ സോഷ്യലായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. അന്നത്തെ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണക്രമം ബാല്യം എങ്ങനെയായിരുന്നു? ദാരിദ്ര്യമുണ്ട്? അല്ല, ദാരിദ്ര്യമല്ല, അങ്ങനെ വലിയ കഷ്ടപ്പാട് പറയാൻ സാധിക്കില്ല. അച്ഛന് കഷ്ടപ്പാടുണ്ടെങ്കിൽ നമ്മളെ കഷ്ടപ്പാട് അനുഭവിക്കാത്ത രീതിയിൽ അത് നമ്മൾ വളർത്തിയത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ പക്ഷേ അച്ഛൻ സത്യസന്ധത, ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ടല്ലോ. ആരും ഉപദ്രവിക്കാൻ വേണ്ടി പാടില്ല, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച് മോശം പറയാൻ വേണ്ടി പാടില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ പൂജ കൃത്യമായി ചെയ്യും. ദക്ഷിണ അച്ഛൻ നോക്കില്ല. ഇപ്പോൾ പുതിയ തലമുറ നോക്കില്ല. വാങ്ങും. പലപ്പോഴും എനക്കും മടുപ്പ് വന്നില്ല. ഒന്ന് ചില സമയം സഹായിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പം ഇത് ഇത്ര പൈസ വാങ്ങിയാൽ മതിയോ, ഒരു രൂപയിലും കിട്ടിയ വലിയ പൈസ എല്ലാം വാങ്ങിയിട്ടാണ് പൂജ നടത്തുന്നത്. ഇന്ന് ബിസിനസ്സാണ്. ഇന്ന് പൂജ 1 രൂപയ്ക്കൊക്കെ പൂജ നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ കിട്ടാത്ത അവസ്ഥ എന്തെങ്കിലും നെല്ലോ സഹായിക്കാൻ പോകും. എന്തൊക്കെ പൂജകളാണ് അച്ഛൻ നടത്തിയിരുന്നത്? അച്ഛൻ ഗണപതി ഹോമം, അതുപോലെ തന്നെ സുദർശന ഹോമം, അത്തരത്തിലെ ഹോമങ്ങളിലും. ഇതിന്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ താങ്കളുടെ ഒരു ധാരണ എന്താണ്? അത് ഒരു പരിധിവരെ ഇത് സയൻസുമായി ബന്ധപ്പെട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അറിയില്ല ചില സമയം ഏകാഗ്രമായി നിൽക്കുന്ന യോഗയുടെ ഭാഗമായിട്ട് വളരെയധികം ഏകാഗ്രമായി നിൽക്കും, മനസ്സിനൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവും. പലപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നിരീക്ഷണം നടത്തലുണ്ട്. ഇപ്പോൾ സുദർശനവും മിക്കവാറും സന്ധ്യാസമയത്ത് നടത്തൽ. ചിലപ്പോഴും എനിക്ക് തോന്നുന്നു ആ കീടങ്ങളെല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് എല്ലാം വന്ന് വീഴുന്ന കാഴ്ച നമുക്ക് കാണാനുണ്ട്. അത്തരത്തിലൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ചില സമയം ഗണപതി ഹോമം എല്ലാം തന്നെ അതിരാവിലെ മിക്കവാറും പ്രഭാതത്തിലാണ് ഗണപതി ഹോമം നടക്കാറ്. അച്ഛൻ ഒരു പൂജക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അതിന് സാമ്പത്തികമല്ല, ഒരാഴ്ച വരെ ഒളിച്ചുകൊണ്ടിരിക്കും. എല്ലാം നല്ല സാധനമായിരിക്കണം. സാധനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. ദക്ഷിണ കുറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല. അച്ഛൻ്റെ ഈ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കൂടെ ഉണ്ടാവുമല്ലോ. പരികർമ്മി എന്നൊക്കെയല്ലേ അവരെ വിളിക്കാറ്? പരികർമ്മി എന്നല്ലേ വിളിക്കുക. അപ്പൊ ഈ അച്ഛന്റെ കൂടെയുള്ള താങ്കളുടെ യാത്രകൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയായിരുന്നു? ഈ പൂജ ചെയ്യാൻ വേണ്ടി വലിയ കാര്യമാണല്ലോ. വളരെ നേരത്തെ എണീക്കണം. ഇപ്പൊ കിഴക്കൻ മേഖലകളിൽ ചുണ്ടാവാത്ത സ്ഥലത്താണ് ഭയങ്കര തണുപ്പായിരിക്കും അന്നേരം. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ കൂടെ ഒന്നിക്ക് നേരത്തെ പോകണം, ചില തലേന്നേ പോകേണ്ടി വരും. നല്ല കഷ്ടപ്പാടാണ് ഈ പറഞ്ഞില്ല. വാഹന സൗകര്യമൊക്കെ എങ്ങനെയാണ്? ചില സമയം ബസ്സിന് പോയിട്ട് തലേന്നേ പോയിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ പിറ്റേ ദിവസം വളരെ നേരത്തെ വരുന്ന വാഹനം പിടിച്ചിട്ട് ചില സമയം അങ്ങനെ പോകും. ചില സമയം വാഹനത്തിൻ്റെ പൈസ വരെ കിട്ടിയിട്ട് വരുവാണെന്ന്, ചിലപ്പോൾ കിട്ടിയിട്ട് വരും. അങ്ങനെ പറയില്ല. അങ്ങനെയില്ല ഇതാണ്ട്. അതുകൊണ്ട് ഒരുപാട് സമ്പാദിച്ചിട്ടാണ്. പൂജാ ഫീൽഡ് ഇന്നത്തെ പോലെ ഒരു ബിസിനസ് അല്ലാത്തൊരു കാലഘട്ടം ആയതുകൊണ്ട് ഇന്ന് പൂജാരികളൊക്കെ വരുന്നത് വലിയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ പൂജക്കിടയിൽ താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടുള്ള ഒരനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റും? കാരണം ഈ പുതിയ തലമുറയിൽ അങ്ങനെ വന്നിരുന്ന് പറയാൻ ആളുകൾ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ചോദ്യം. പഴയ തലമുറയുടെ അച്ഛൻ്റെ പൂജകൾ നടക്കുമ്പോൾ ഉള്ള ഒരു മാനസിക വ്യവഹാരങ്ങളും ആളുകളുടെ അവരുടെ ഒരു കാഴ്ചപ്പാടുകളും ഒക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവർ വളരെ ഭക്തിയോട് കൂടിയിട്ട് ഇപ്പോൾ അച്ഛനും കഴിക്കുന്ന വെച്ചാൽ അതിൽ വളരെ ഭക്തി അർപ്പിച്ചുകൊണ്ട് കഴിക്കുന്നതാണ് അല്ലല്ലോ. അപ്പോൾ അവർ ചില ആളുകൾ അതിന് ശേഷം എനിക്ക് ബലം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, ആ സമയത്തല്ല, എനിക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ കിട്ടിയതാണോ എന്നറിയില്ല, അങ്ങനെ ബലം കിട്ടി പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും ചെറിയ പെശക് വന്നാൽ നമ്മുടെ ദിവസം വഴക്കൂടുന്നത്. എന്താണ് പെശക് വരാൻ സാധ്യത താങ്കളുടെ? എന്താണ് ഈ പൂജ നടത്തുന്നതിൽ വരുന്ന പെശകുകൾ എന്തൊക്കെയാണ്? പൂജ വരുമ്പോൾ ചില സമയം എന്തെങ്കിലും നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത്. ഇനി ചില നിയമങ്ങളുണ്ട്, പൂജാവിധികൾ. അത് എഴുതപ്പെട്ട വിധികളാണോ? എഴുതപ്പെട്ട വിധികളാണ്. അത് എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നത്. അറിയുന്ന ഒരാൾ ചോദിക്കും ഇവനെന്തിനായി ചോദിക്കുന്നത്? പൂജാവിധിയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരന്റെ ചോദ്യങ്ങളാണല്ലോ. വിധികളുണ്ട്. അച്ഛന്റെ കൂടെ ഇത് പൂജയൊക്കെ ചെയ്ത് നടത്തിട്ട് എന്തുകൊണ്ട് താങ്കൾ ഒരു പൂജാരിയായില്ല? അത് എന്നെ കൂടുതൽ അങ്ങനെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ സമുദായത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു രീതിയാണല്ലോ. അപ്പോൾ ഒരു മൊത്തത്തിൽ ഇന്നത്തെ ഒരു കൾച്ചർ യൂറോപ്യൻ കൾച്ചറിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ജോലി ഇല്ലാത്തവർക്ക് പെണ്ണ് കിട്ടൂല, അങ്ങനെ ഘടകങ്ങളുണ്ട്. ജോലിയാണ് ഏറ്റവും പ്രധാന. പെണ്ണ് കിട്ടിയില്ലെങ്കിലോ എന്ന സംശയം ഉണ്ടായിരുന്നു. അത് നടക്കില്ല ആ രീതിയിൽ, പുതിയ രീതിയിൽ നമ്മളൊക്കെ എല്ലാവരും മാറി. ഇപ്പോൾ പൂജാ ഫീൽഡിൽ ആരുമില്ല, പൂജാ ഫീൽഡിൽ ഇല്ല. വളരെ ആളുകൾ ചുരുങ്ങി വരുന്നു. അപ്പോൾ പുതുമനാന്ന് വിളിക്കാം അല്ലേ? അതായിരിക്കും കുറച്ചുകൂടി രസം. അങ്ങനെയാണോ എല്ലാവരും വിളിക്കല്? അങ്ങനെ പേര് വന്നു. നമ്പൂതിരി പേര് ഉപേക്ഷിച്ചതിൽ എപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ടോ? ഒരു ആഢ്യത്വം ഒരു പ്രൗഢിയൊക്കെ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്പൂതിരി എന്നുള്ളത് അതിൻ്റെ ഒരു മെയിൻമേറ്റും കാണുന്നില്ല, ഞാനൊരു തിന്മേറ്റും കാണുന്നില്ല. എൻ്റെ ഇടയിലാണ് ഓരോ ജാതിക്കും അതിൻ്റെതായ കൾച്ചറുണ്ട്. ഇപ്പം മലയ സമുദായവുമായി ബന്ധപ്പെട്ട കലകളുണ്ട്. പലപ്പോഴും ജാതി നശിക്കുമ്പോണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജാതീയത തെറ്റാണ്, ജാതിയുടെ ആവശ്യം. ലോകത്തിലെല്ലാവരും ഒന്നാവണം എന്ന് വരുമ്പോൾ ഇപ്പോൾ മലയ സമുദായം, വണ്ണാൻ സമുദായം, അങ്ങനെ സമുദായം, അതുമായി ഇപ്പോൾ തീയ സമുദായം, പൂരക്കളി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ അവരുടെ ആചാരങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ കലകൾ ഇതൊക്കെ നശിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു എല്ലാ ജാതികളും ഉണ്ടാവണമെന്നുള്ള ഞാൻ ചിന്തിക്കുന്നത്. പൂജാരികൾ പൂജ ചെയ്യണമെങ്കിൽ ബ്രാഹ്മൺസ് തന്നെ വേണം, അങ്ങനെയുണ്ടോ? പുതിയ കാലത്ത് അതൊന്നും വേണ്ട, ആർക്കും അത് ചെയ്യാന്നൊക്കെ പറയുന്നത്, അതിനോടുള്ള താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? ആർക്കും ചെയ്യാന്നുള്ളത് എൻ്റെ വിശ്വാസം. ആർക്കും ചെയ്യാം. ആർക്കും ചെയ്യാം. പക്ഷേ അത് നിഷ്ഠയായിരിക്കണം. ഇപ്പം വെയിറ്റർ എന്ന് പറഞ്ഞാൽ വെയിറ്ററിനായിരിക്കണം. ഇപ്പോൾ പൂജ നമ്മൾ ചെയ്യുന്നത് ഒരു മാനവികതയാണ്. എല്ലാവരെയും സ്നേഹിക്കുക, നമ്മൾ നല്ലതിന് വേണ്ടിയാണ് പലപ്പോഴും പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ പൂജ ചെയ്യുമ്പോഴുന്ന ആളുകൾ ഒന്നിനെയും കൊല്ലാത്തവരായിരിക്കണം. ആ അർത്ഥത്തിലാണ് ഞാൻ വെജിറ്റേറിയനാവാനുള്ള കാരണം. പിന്നെ കൊല്ലാൻ പാടില്ല, ഒന്നിനെയും കൊല്ലാൻ പാടില്ല. എല്ലാരെയും കൊന്നു തിന്നുന്ന എന്തിനാ കൈ കിട്ടി എന്തിനും കൊല്ലൂലോ. ആ കൊന്ന് പണ്ട് നരഭോജി മനുഷ്യന്മാർ ഇപ്പോഴും ഏതൊക്കെയോ കാടുകളിൽ ഉണ്ട് എന്നാ പറയുന്നത്. തമ്മിൽ ആളുകളെ കൊന്നു തിന്നുന്ന മനുഷ്യരുണ്ട് എന്ന പോലെ തന്നെ എന്ത് കിട്ടി. അപ്പൊ അതൊന്നും നടക്കൂല പൂർണ്ണമായിട്ടില്ല. എൻ്റെ ഒരു വിശ്വാസം. ജ്യോതിഷത്തെ കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം എന്താ? ജ്യോതിഷം, ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ല. അച്ഛൻ ഒരു തികഞ്ഞ ജ്യോതിഷം ചെയ്യുന്ന ഒരാളാണ്. ജ്യോതിഷത്തിൽ എന്തോ ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും ഒരു വിഷയത്തിന് വിമർശന ബുദ്ധിയോടെ സമീപിക്കുന്നതാണ്. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എനിക്കത് ശരിയുണ്ടോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എവിടെയാണ് തോന്നിയത്? അച്ഛൻ്റെ ഈ ജ്യോതിഷ പ്രവചനങ്ങൾ താങ്കളിൽ ഒരു അത്ഭുതത്തോടെ താങ്കൾ നോക്കി നിന്നൊരു പ്രവചനം പറയാൻ പറ്റും? പലപ്പോഴും അച്ഛൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഈ ജ്യോതിഷം എന്നുള്ളത് ചിലപ്പം കടകളെന്ന് പറയും, ചിലപ്പം വീട്ടിൽ നിന്ന് പറയും. നിത്യസഞ്ചാരിയാണ്. രാവിലെ പോയി ചിലപ്പം പൂജയെടുക്കുക, അല്ലെങ്കിൽ നിത്യം രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചെത്തുള്ളൂ. പയ്യന്നൂരോടെയും പോയിരിക്കുമോ, സംസാരിക്കുമോ, അവിടെ ജ്യോതിഷം പറയുമോ. അപ്പോൾ ജ്യോതിഷം പറയുന്നത് കേട്ടിട്ട് വേറെ വളരെ വലിയ ഹരിദാസ് ബീഡിൻ്റെ ഒക്കെ മുതലാളിമാർ വന്നിട്ട് അത് പറഞ്ഞത് അവർ കേൾക്കുന്നത്, പിന്നെ അവർ വന്ന് പറഞ്ഞത് പലപ്പോഴും ശരിയാണ്. താങ്കളുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു പ്രവചനം പറയാൻ പറ്റുമോ? എപ്പോഴെങ്കിലും മനസ്സിലിങ്ങനെ അച്ഛൻ അന്നങ്ങനെ പറഞ്ഞത് അന്ന് ശരിയായതിൻ്റെ ഒരു ഓർമ്മ, ഒരാൾ വന്ന് പറഞ്ഞ ഒരു അനുഭവം, അങ്ങനെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ അനുഭവം ഓർമ്മയിൽ കിട്ടുന്നില്ല. ഓർമ്മയിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. വീട്ടിൽ ജ്യോതിഷം വീട്ടിൽ നിന്ന് നോക്കലുണ്ടായിരുന്നു? കബഡി നിരത്തിയിട്ടുള്ള പരിപാടി ഇല്ല. എണ്ണം പറയലാണ്. ഒരു 100 താഴെ എണ്ണം പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പരിപാടി ഒന്ന് പറഞ്ഞു. സാധാരണ ജ്യോതിഷ പണ്ഡിതന്മാർ നമ്മൾ ഈ സിനിമയിലെല്ലാം കണ്ട് പിന്നെ പല സ്ഥലത്തും വന്ന് ചെയ്യുന്നത്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ കബഡി നിരത്തിയിട്ട് ഇങ്ങനെ പറയലാണ് സാധാരണ കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് താങ്കളുടെ അച്ഛൻ സ്വീകരിച്ചിരുന്ന വഴി ഏതായിരുന്നു? കൃത്യമായിട്ട് എനിക്ക് അറിയില്ലെങ്കിൽ കൂടി 100 താഴെ എണ്ണം പറയാൻ വേണ്ടി പറയും. അതിന് 12 ഹരിച്ച് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ കബഡി നിരത്തുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അത് വ്യത്യസ്ത രീതി മാത്രമേ. അക്കം പറയാൻ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാശികളും കാര്യങ്ങളും, ഇന്ന ഗ്രഹം ഇന്ന ഇതിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയല്ലോ. ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ട്. ജ്യോതിഷത്തിൽ ഒരു പരിധിവരെ ഉണ്ട്. ഞാൻ അങ്ങനെ ചൊവ്വ ദോഷം കൊണ്ട് ഈ പെൺകുട്ടികളുടെ വിവാഹമൊക്കെ മുടങ്ങി പോകുന്നുണ്ടല്ലോ. എവിടെയോ കിടക്കുന്ന ഒരു ഗ്രഹത്തിന്റെ പേരിൽ എപ്പോഴും ഈ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടായിരിക്കും? അത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ആത്മസംഘർഷത്തിലായില്ല. അങ്ങനെയുണ്ട്. ഈ സമയം ഇപ്പം ഈ ലോകത്തിൽ ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇന്ത്യയിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ ജ്യോതിഷമുള്ളൂ. മറ്റേ സ്ഥലത്ത് അങ്ങനെ നടക്കുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു അച്ഛൻ പറഞ്ഞത്, നിൻ്റെത് എന്താണ് ബുദ്ധിസ്ഥാനത്ത് ചന്ദ്രനാരെന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രൻ്റെ സ്വഭാവം ചില ആഴ്ചക്ക് പൂർണ്ണചന്ദ്രനായിട്ട് കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. ചന്ദ്രൻ ബുദ്ധിസ്ഥാനത്ത് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നാ പറയുന്നത്. ഞാൻ പഠിച്ചിട്ട് വന്നാൽ ബുദ്ധി ഒന്നിക്ക് ചാഞ്ചാട്ടായിരിക്കും. അത് സത്യമാണ്. ഇപ്പം ഞാൻ പല മേഖലകളിലാണെന്ന് ഒന്നിനും വ്യത്യസ്തമായി ഉറപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് മേഖലമായി ഒരു പേര് ശ്രമം നടത്തുന്നില്ല. എല്ലാ മേഖലയിലും ഉണ്ട് ഒരു പരിധി വരെ. ഒന്നിനും സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെ അതിന്റെ ഒരു ഫലം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ആവാൻ സാധ്യതയില്ല. പറയാൻ വേണ്ടി സാധിക്കൂല. അങ്ങനെ സാധ്യ ആയിരിക്കണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ചന്ദ്രൻ പൂർണ്ണചന്ദ്രമായിട്ട് എത്തല്ലേ ഉണ്ടാവില്ല, ഒരു മാസത്തല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് ഞാനും. പലപ്പോഴും എൻ്റെ ക്ലാസ് കണ്ടിട്ട്, സ്കൂളിലെ ക്ലാസ്സുകൾ കണ്ടിട്ട്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മൾ ക്ലാസ് വരെ നേരിട്ട് കാണുമല്ലോ. പ്രൊഫസർമാർ, മലയാളം പ്രൊഫസർമാർ, രാജീവ് എന്നൊക്കെ പറഞ്ഞ പ്രൊഫസർമാർ, അവർ ഭാര്യമാരൊക്കെ എന്നെ വളരെ ഇഷ്ടപ്പെടും, എൻ്റെ ആരാധകരായി മാറുകയും, അതുപോലെ തന്നെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, ഇപ്പോൾ ലൈസൻസിന് ഒന്നാവുണ്ട് പറയാൻ വേണ്ടി പാടില്ല. ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ എൻ്റെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് എന്ത് സഹായം വേണമെങ്കിൽ, ലൈസൻസ് എടുത്തിട്ടെങ്കിൽ അതാക്കാം, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ രൂപത്തിൽ, അല്ലെങ്കിൽ വേറെ തരത്തിൽ, ആ തരത്തിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ രക്ഷിതാക്കൾ നമുക്കുള്ള സമീപനം. എൻ്റെ മലയാളം ക്ലാസ് കണ്ടിട്ട് ഒരു ദിവസം നല്ല ക്ലാസ്സാണ്, ദിവസം പിറ്റേ ദിവസം മോശം ക്ലാസ്സായി വരും. അങ്ങനെ ഈ ജ്യോതിഷമായി ബന്ധപ്പെടുമ്പം ഇങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഇയാളാണോ ഇന്നലെ ക്ലാസ് എടുത്തത് എന്ന് തോന്നുന്നു. വളരെ നല്ല ക്ലാസ്, തീരെ ശരിയില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ്. ഞാൻ ഇന്റർവ്യൂ ആയാലും ചില സമയം സ്റ്റാർട്ടിങ് ദിവസം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചില സമയം പ്രശ്നങ്ങളുണ്ടായി എന്ന് വരും. അതാണ് എന്നോട് മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഞാൻ തടസ്സം ആയി വരുന്നുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തിയ സമയത്ത് ഞാൻ ഒരുപാട് എഴുതും. അതൊരു പ്രഭാഷകൻ എന്നുള്ള രൂപത്തിലേക്ക് പ്രഭാഷണം നടത്തി കുറച്ച് നടത്തും. പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില സമയം നിന്ന് വരും. പലപ്പോഴും പറഞ്ഞു, നീ പറഞ്ഞ ഭയങ്കര നല്ല പോയിന്റാണ്, പിന്നെ അതൊരു ഫ്ലുവൻസി ഇല്ല, ചില ദിവസം ഉണ്ടായി എന്ന് വരും. അങ്ങനെയുള്ള അനുഭവങ്ങൾ. അച്ഛൻ പറഞ്ഞത് മനസ്സിൽ കിടന്ന് അങ്ങനെ ആയിപ്പോയതാണ്.
അത് ഞാൻ ചില സമയം ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇനി അതന്നെ അച്ഛൻ ചിന്തിച്ചു. പറഞ്ഞു നിനക്ക് ഇങ്ങനെയൊക്കെയാണ് നിന്റെ സ്വഭാവം. അത് പിന്നെ അച്ഛൻ പറഞ്ഞത് കേട്ട് അച്ഛൻ ജ്യോതിഷ പണ്ഡിതനാണ്, വലിയ പൂജാരിയാണ്, അപ്പൊ അച്ഛൻ പറഞ്ഞാണ് ശരി, അങ്ങനെ ആ മനസ്സിലെ രൂപപ്പെടുത്തി ആ കോലത്തിലായിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ഞാനൊരു ആത്മപരിശോധന അങ്ങനെ നടത്തുന്നുണ്ട്. ഈ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഈ മണ്ണിൽ എന്തോ എഴുത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലത്ത്? അത് നമ്മളെ ഹരിയിലെത്തി ഹരിയിൽ എഴുതി തുടങ്ങി. ഹരിയിൽ എഴുതും. എവിടെയാണ്? പിന്നെ കുറുവയിൽ വിഷ്ണു ശർമ്മ സ്കൂളിൽ ആയിരുന്നു. വളരെ ഗ്രാമം. 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെയുണ്ടായിരുന്നു? വിദ്യാഭ്യാസ കാലഘട്ടം കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല പഠനമായിരുന്നു. വലിയ കുഴപ്പമില്ല, ശരാശരി. എൻ്റെ ശ്രമം കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 3ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞാൻ ഒരു ചിത്രം വരക്കുന്നത്, ഒരു മയിലിൻ്റെ ചിത്രം. ഞാൻ ചിത്രം വരക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചിത്രം വരച്ചിട്ട് ഞാൻ മാഷ കാണിച്ചത് ഒരു മയിലിൻ്റെ ചിത്രം കാണിച്ചത് വളരെ നന്നായിട്ട് തോന്നുന്നു. അങ്ങനെ ഞാൻ സ്വയം ചിരിച്ചു. അതുപോലെ പിന്നെ ചിത്രകാരൻ, അതും ഞാൻ ഈ നേരത്തെ അതാണ് അറിയേണ്ടത്. വേണ്ടത്ര ആദ്യം താങ്കൾ ഉണ്ടാകുന്ന കല ചിത്രകലയാണ്. അത് ആദ്യം മയിലിനെ വരക്കുന്നു. അതിന് മുമ്പ് ചെറിയൊരു വരക്ക് എൻ്റെ ഓർമ്മ ഈ മയിലിനെ വരച്ചു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷമുള്ള ചിത്രരചന എവിടെ വരെ പോയി? ഞാൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കും. ചിത്രം ഞാൻ എൻ്റെ അനൗൺസ്മെന്റ് ഡെസ്കിന്റെ പ്രതലങ്ങളിൽ ചിത്രം വരച്ചും പല കുട്ടികളും ചിത്രം വരക്കും. എപ്പോഴും ചിത്ര പ്രദർശനം നടത്തിയോ? ഇല്ല, ഒന്നും നടത്തി. ഒരു ചിത്രകാരനായിട്ട് അഡ്രസ് ചെയ്തു? ഇല്ല, അഡ്രസ് എത്ര ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവും? ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിലും ചിത്രം വരച്ചു കൊടുക്കും ബോർഡിൽ. കുട്ടികൾ എന്നോട് ഹെഡ് മാസ്റ്റർ പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് 3ാം ക്ലാസ് ബോർഡ് അല്ലെങ്കിൽ ചെറിയ പ്രൈമറി ക്ലാസ് ബോർഡ്, അത് കുട്ടികൾ അടക്കി നിർത്താൻ വഴിയാണ് നിങ്ങൾ ചിത്രം വരക്കുന്നുണ്ട്. ഹൈസ്കൂൾ എവിടെയാണ് പഠിച്ചത്? ഹൈസ്കൂൾ മാതൃ സ്കൂൾ, UP ഹൈസ്കൂൾ മാതൃ സ്കൂൾ. ഈ മാതൃ സ്കൂളിലെ കാലഘട്ടത്തിൽ എന്തൊക്കെ കലാരംഗത്ത് ഈ ചിത്രരചനയ്ക്ക് പുറമെ വേറെ ഏതൊക്കെ മേഖലയിലുണ്ട്? അല്ല, ഒന്നും ഞാൻ ആ തരത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു നേരത്തെ, അത്തരത്തിലൊരു പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല. ഏകദേശം വീട്ടിലെ ഈ ചുറ്റുപാടുകൾ കൊണ്ടായിരിക്കും ചില അങ്ങനെ എന്നിലെ കഴിവുണ്ടോലും. മലയാളം, ഞാനിപ്പോൾ മലയാള അധ്യാപകനാണ്. പക്ഷേ ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി എടുത്തത് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിന്. മാത്സ് ഞാൻ മോശമുണ്ടായില്ല. സയൻസ് എടുത്തു. സയൻസ് ലക്ഷ്യം നേരം അന്ന് എഞ്ചിനീയർ ആണെന്ന് ലക്ഷ്യം ഉണ്ടായി. 10ാം ക്ലാസ് വരെയുള്ള പഠനകാലത്ത് ഈ ചിത്രരചന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? എത്ര ഉണ്ടായിട്ടു? വേറെ കവിത? ഇല്ല, കവിത വേറെ ഏതെങ്കിലും ഇല്ല, വേറെ ഒന്നും ഉണ്ടായില്ല. ഒന്നുമില്ല. 10ാം ക്ലാസ് വരെ ഈ പഠിക്കുക, ചിത്രം വരക്കുക. 10ാം ക്ലാസ് അന്നൊക്കെ എങ്ങനെയാ റാങ്ക് ഒക്കെ? അന്ന് ഡിസ്റ്റിങ്ഷൻ ആണ്. നല്ല മാർക്ക് ഉണ്ടായിട്ടാ, കണക്കിന് മാത്രമേ മാർക്ക് ഉണ്ടായിട്ടു. അതിന്റെ ഈ മാനസിക ചാഞ്ചല്യം നേരത്തെ പറഞ്ഞില്ല, അത് പലപ്പോഴും എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഡിഗ്രി പ്രീ ഡിഗ്രി സയൻസ് എടുത്തു. സയൻസും മാത്സ് ഗ്രൂപ്പ് എടുത്തിട്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാത്ത വിഷയമാണ്. കണക്ക് മാർക്ക് ഉണ്ടാവുന്ന വിഷയമൊന്നുമില്ല. അത് വേണ്ടത്ര ഒരു വിജയമാണ്. അന്ന് മാർക്ക് കിട്ടിയത് കാര്യമല്ല, നമുക്ക് വേറെ മേഖലയാണ് താല്പര്യം. മേഖല എന്നിട്ട് എഞ്ചിനീയറിംഗ് ആണ് ലക്ഷ്യമിട്ടത്. അന്ന് അങ്ങനെ ആഗ്രഹം, വലിയ ആഗ്രഹങ്ങളായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അത് എൻ്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഒന്നിനും സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നതിന് ആ ബിസിനസ് ചെയ്താലോ എന്നല്ല തോന്നി ചില സമയം വരും. ഒരു കാർഷിക മേഖല അതിലേക്കാണല്ലേ. കൃഷി ചെറുപ്പത്തിൽ കൃഷി ഉണ്ടോ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്? അല്ല, എനിക്ക് അങ്ങനെ സഹായിക്കാൻ പോലുണ്ട്. അപ്പൊ ഈ പ്രീ ഡിഗ്രി കാലഘട്ടം അവിടെ കോളേജിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായില്ല. രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല? ഇല്ല. ഒന്നുമില്ല, പഠനം മാത്രം. എങ്ങനെ ഉണ്ടായിരുന്നു പ്രീ ഡിഗ്രി റിസൾട്ട്? ഒരു ജയിച്ചു, പാസ് മാത്രം. ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ പ്രീ ഡിഗ്രി വരെയുള്ള എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ പ്രീ ഡിഗ്രി വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മ പറയാം. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ആയാലും മറ്റേതായാലും ഒന്നാമത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വളരെ ശക്തമായിട്ട് ബന്ധങ്ങളാണ്. ഇന്നത്തെ പോലെയല്ല, വളരെ ദൃഢമായിരുന്നു. വളരെ സ്നേഹിച്ച അധ്യാപകന്മാർ. ഹിന്ദിയൊക്കെ എടുത്ത ഉണ്ണി മാഷ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോകും. അത് വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറും. പിന്നെ ഇന്നത്തെ പോലെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച എപ്പോഴും സമരങ്ങൾ ആ കാലഘട്ടത്തിൽ. അതിൻ്റെ ഭാഗം എനിക്ക് അന്ന് രാഷ്ട്രീയം അറിയില്ല. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ ബന്ധമാണ് അല്ലെങ്കിൽ ഇന്ന് സമരമാണ്. ഞാൻ അവരെ ഒന്നിച്ചങ്ങനെ പോകും. പാർട്ടി ഓഫീസ് അല്ല, അവിടെ ഒരു പാർട്ടി മാത്രമേ ഇല്ല. ഞാൻ ഇന്ന് പാർട്ടി ചില പ്രവർത്തകനാണ്, പാർട്ടി പ്രവർത്തകനാണ്. പക്ഷേ ഞാൻ അവരോട് CPM പ്രവർത്തകനാണ്. ഇപ്പോഴും അത്രയില്ല. അങ്ങനെ പോകും. അവരൊപ്പം പോയി ഇങ്ങനെ പാർട്ടി ഓഫീസിൽ പോകും, സ്കൂളിൽ പോകും. അല്ല, KSRTC ബസ് താടിക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ പ്രക്രിയ എങ്ങനെയാണ് നടപ്പിലാക്കില്ല? അത് ബസ് പിടിക്കും. അതൊരു ആവേശമാകല്ല. അപ്പോൾ നമ്മൾ ബസ് പിടിച്ചിട്ട് അവരെ പോലീസ് വരും. പോലീസ് നമ്മൾ പെരിങ്ങോം സ്റ്റേഷനിലേക്ക് പോകും. നമ്മളവിടെ കൊണ്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചിങ്ങോട്ട് വരും ചെയ്യും. അപ്പോൾ അന്നേരം മുദ്രാവാക്യമുണ്ട്. അന്ന് വയലാർ രവി ആഭ്യന്തരമന്ത്രി ആയിരിക്കും. മോനെ വയലാർ രവി, നിയമോനോ പോലീസ് മന്ത്രി, അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും അടിച്ചമർത്താൻ നോക്കേണ്ട. അങ്ങനെ നിരന്തരമായ സമരത്തിൽ വെച്ചാൽ ഇങ്ങനെ പോകും. എത്ര മാത്രമേ അന്ന് ഹരായിരുന്നു. താങ്കൾ നടത്തിയ പ്രക്ഷോഭം. എന്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ BEd ആണോ? TTC പോയി. എറണാകുളത്ത് പോയി. എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ. ഏതാ കോളേജ്? അത് TDTT എന്ന് പറയും. ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് ആദ്യമായിട്ടാണോ പറിച്ചു കിടന്നത് എറണാകുളത്തേക്ക്? ഈ കാസർഗോഡ് ഇങ്ങേ അറ്റത്തുനിന്ന്, കേരളത്തിന്റെ ഇങ്ങേ അറ്റത്ത് നിന്ന്
അങ്ങ് നഗരത്തിന്റെ വലിയ ഹൃദയം, വലിയ മട്ടാഞ്ചേരി എന്ന കൊച്ചിയുടെ ഹൃദയമാണ്, ഹാർട്ട് ഓഫ് ദ സിറ്റി. അതെ 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 മട്ടാഞ്ചേരിയിലേക്ക് പറിച്ചു നടപ്പുണ്ടായ അനുഭവം എന്താണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ? വലിയ വിഷമമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ. ഒന്നായിട്ട് നമ്മൾ ഗൃഹാതുരത്വം കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇപ്പം നാട്ടിലൊരാൾ മരിച്ചാൽ തന്നെ എനിക്ക് എൻ്റെ ഹൃദയത്തിന് വളരെ വേദനിക്കും. അപ്പോൾ നാട്ടിലൊരാൾ മരിക്കുമ്പോൾ മണ്ണ് മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളെ പുതിയ തലമുറ അറിയുള്ളൂ. സാങ്കേതിക എങ്ങനെയാണ് ഈ മണ്ണ് മരിച്ചു എന്താണ്? അയാളുടെ മനസ്സ് ഒരു മലയാളം അല്ലെങ്കിൽ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ആൾ ജീവിക്കുന്ന ഏറ്റവും പ്രായമുള്ളവരുടെ മനസ്സിലാണ് ആ ഗ്രാമം ഉണ്ടാകുന്നത്. പുതിയ തലമുറ മിക്കവാറും പുറത്തേക്ക് പോകുമോ, സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ TV മൊബൈൽ തന്നെ നിൽക്കുക എന്നുള്ളൊരു പുതിയ തലമുറ വരുന്നത്. അപ്പോൾ ഞാൻ നടന്ന് അത്തരം പ്രദേശത്ത് ഒരു മഹാനഗരത്തിലേക്ക് പറിച്ചിരുന്നു. ആദ്യമായിട്ട് കുറേ വിഷമമുണ്ടായിനി, പിന്നെ അതുമായി പൊരുത്തപ്പെട്ടു. എന്തുകൊണ്ടാണ് അധ്യാപക ഈ TTCക്ക് പോകാനുള്ള തീരുമാനം? എഞ്ചിനീയർ ആകാനായിരുന്നല്ലോ. അതെ അതെ. എന്തുകൊണ്ട് TTCക്ക് പോയി? അത് അച്ഛൻ നിർബന്ധം കൊണ്ടുപോയത്. ഓ, എഞ്ചിനീയർ അന്നൊക്കെ താല്പര്യം ഉണ്ടായില്ല. അന്ന് താല്പര്യം, പിന്നീട് താല്പര്യം വന്നു. അന്ന് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് അധ്യാപകനാവണമെന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ടാ. പിന്നെ മനസ്സിലത്തെ അധ്യാപകനായി. മട്ടാഞ്ചേരി ഏറ്റവും പുരാതനമായ നഗരമാണ്. കൊച്ചിയുടെ ഹൃദയമാണെങ്കിൽ ആധുനിക കൊച്ചിയല്ല, അല്ല പഴയ ജൂതന്മാരുടെ മണ്ണാണ്. മാത്രമല്ല ഒത്തിരി ഏറ്റവും വൈവിധ്യങ്ങളുള്ള ഒരു മണ്ണാണ് ഗുജറാത്തീസ്. അവിടെ ചെന്ന് ഇറങ്ങി ആ ഒരു ഫീല് പറയാൻ പറ്റും. ചെറിയ തോതിൽ ഞാൻ പറഞ്ഞില്ല, വലിയ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ ചെറിയൊരു ഭീതിയോടുകൂടി, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ കായലുകൾ നമ്മുടെ പ്രദേശത്ത് ഇല്ലാത്തതാണ്. ട്രെയിനിലാണ് പോയി ഇറങ്ങുന്നത്. ട്രെയിനിലായി പോയി ഇറങ്ങുന്നത്. ആദ്യമാണോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതെന്ന്? അല്ല, അതിന് മുമ്പ് യാത്ര ചെയ്യുന്നത് കൊച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയാണ് ട്രെയിൻ യാത്ര. കൊച്ചിയിലേക്ക് ആദ്യമായിട്ടാണ് യാത്ര. അവിടെ ചെന്നിറങ്ങുന്നു, കോളേജ് ചേരുന്നു. എത്ര വർഷം അന്നത്തെ TTC? 2 വർഷം. 2 വർഷം. 92 മുതൽ 94 വരെ. ആ കാലഘട്ടം എങ്ങനെ? ആ കാലഘട്ടം എന്താ പറയേണ്ടത്, ഒരു അടിച്ചുപൊളി കാലഘട്ടമാണെന്ന് പറയാം. അന്ന് എല്ലാ അവിടെ എനിക്കിത് ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുക, അതുപോലെ തന്നെ ആടയിലെ നാടകത്തിലൊക്കെ ഞാൻ ചെറിയ തോതിൽ അഭിനയിക്കലുണ്ട്. ഞാനിങ്ങനെ ഈ പ്രത്യേകിച്ചിട്ട് അന്ന് സെമിനാറുകൾ, അതോടൊപ്പം തന്നെ ഈ മന്ത്രിയെല്ലാം ആവണം. മറ്റൊക്കെ ഓർമ്മയില്ല, അന്ന് മന്ത്രി ഒരാൾ ഇത് അവതരണം. അപ്പോൾ അത് ഞാൻ അവതരിപ്പിക്കുമ്പം എനിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇന്നത് എന്നുള്ളത്. ഒരു മന്ത്രിയാവണം, ഒരു ഫൈനാൻസ് മിനിസ്റ്റർ, ഒരു പാർലമെൻറ്റ്, അങ്ങനെല്ലാം ഒന്നുണ്ടായിന്. അപ്പോൾ ഞാനത് നന്നായി സംസാരിക്കാൻ വേണ്ടി എനിക്കൊരു ആത്മവിശ്വാസം, ഇങ്ങനെ അതുവരെ ഇല്ല കുടുംബത്തിൽ വരുന്നതല്ലേ, ഇങ്ങനെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, കൂടുതൽ ആത്മവിശ്വാസം നേടാൻ വേണ്ടി. അതുപോലെ രാത്രി എനിക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി പേടിയാണ് നാട്ടിലുണ്ടായിരുന്നു. കാരണം ഓരോ പ്രദേശത്തും അച്ഛനും അമ്മയും പറഞ്ഞ കഥകളുണ്ടല്ലോ. എന്താണ് പ്രേതകഥകൾ? ആ പ്രേതകഥ. പല ആളുകൾ വീണ് മരിച്ചത് മറ്റു കുറച്ചിലും പറയുമല്ലോ. അതുകൊണ്ടായിരിക്കും ഞാൻ സ്വയം എൻ്റെ മനസ്സ് രൂപപ്പെടുത്തിയ ഒരാളെ. നാട്ടിലുള്ള സമയത്ത് വീട്ടിൽ നിന്ന് രാത്രി പുറത്തിറങ്ങൂല. പക്ഷേ കൊച്ചിയിലാടിയും പറയാതില്ലല്ലോ, അല്ല ലൈറ്റ്. അങ്ങനെ കൊച്ചിയിലെ തെരുവുകളിലൂടെയുള്ള യാത്ര എങ്ങനെയാണ് ഓർമ്മയിൽ? അന്ന് ഞാൻ 2 വർഷം ഞാൻ പലപ്പോഴും പറയലുണ്ട്. എൻ്റെ മകൻ എന്നോട് പറയും, ഇപ്പം എന്നെ എങ്ങനെ നിയന്ത്രിക്കുന്നത്. അച്ഛൻ അന്ന് ഇല്ല ചില ഫോട്ടോ മുടിയില്ലെങ്കിൽ ആക്കിയിട്ടുള്ള ഫോട്ടോ, ബീച്ചിലെ ഫോട്ടോ അന്ന് അടിച്ചു പൊളിച്ചതല്ലേ, അത് നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് വെച്ചാൽ യേശുദാസിന് വർഗീയതക്കെതിരായിട്ടുള്ള ഫോർട്ട് കൊച്ചിയിൽ ഒരു ദിവസത്തെ ഉപവാസം അല്ലെങ്കിൽ ഞാനും പങ്കെടുത്തിന്. അന്ന് വർഗീയതക്കെതിരെ അന്ന് പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി പറഞ്ഞ മേഖല ഇപ്പോൾ ലേശം കുറവാണ്. അപ്പോൾ ആടെ അതിനെതിരായിട്ടുള്ള നമ്മൾ സ്കൂൾ TDT കുട്ടികളെല്ലാം കുറേ ആളുകൾ പങ്കെടുത്തു. TTC കഴിഞ്ഞ ഉടനെ തന്നെ ഏകദേശം 95-ൽ അന്നൂർ UP സ്കൂൾ പൈനൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി ജോലി കിട്ടി. എപ്പോഴാണ് ഈ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞ പ്രക്രിയയിലേക്ക് വരുന്നത്, കലയിലേക്ക്? ഇത് പലപ്പോഴും നമ്മളെ ഞാൻ തന്നെ ഇങ്ങനെ സ്വയം ഒരു കാര്യം കാണുമ്പോൾ ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി തുടങ്ങി. പ്രത്യേകിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ശക്തമായത്, അത് ഓർമ്മിക്കുമ്പോൾ ഓർമ്മ വരുന്നത്, എൻ്റെ സുഹൃത്തുണ്ട് പാലക്കാട്. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജില്ലയാണ് പാലക്കാട്. അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോയി വന്ന് ഇല്ലൻ്റാണ്, ആ ഒരു നീല ഇല്ലൻ്റാണ്. ഈ നീല ഇല്ലൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ഓർമ്മ വരുന്നുണ്ട്. നമ്മളെ ഒരു മതസൗഹാർദ്ദത്തിന് നമ്മളെ തൊട്ട് മുട്ടിയ വീട് ഒരു മുസ്ലിംസിൻ്റെ വീടാണ്. ഒരു സൈനബമ്മ റൂമിയുണ്ട്. അപ്പോൾ അവർക്ക് ഒരു എഴുതാണെന്നറിയില്ല. ഇവിടെ എൻ്റെ അമ്മ SLC വരെ പഠിക്കുകയും നേരത്തെ അച്ഛനും അമ്മയും നന്നായി നല്ല മാർക്ക് സാഹചര്യം നന്നായി പഠിക്കുന്നവരാണ്. അപ്പോൾ അമ്മ ഈ കത്തെഴുതി കൊടുക്കും, ഗൾഫിലെ മക്കൾക്ക് കത്തെഴുതി കൊടുക്കും. അപ്പോൾ ഇല്ലൻ്റിൽ അള്ളാഹുവിൻ്റെയും നബിയുടെയും ഉദവിയാർ എനിക്ക് ആ വാക്കിപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ഇല്ലൻ്റ് അതുമായിട്ടൊരു ഗൃഹാതുരത്വ ബന്ധനക്കുണ്ട്. ആ സൈനഭൂമിയിലൊക്കെ മരിച്ചു ഞാൻ കാണാൻ പോയി. നമ്മളൊരു കുടുംബ സുഹൃത്താണ്. അപ്പോൾ അവരുടെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുതരും. നമ്മൾക്ക് ഈ പൂജയിലും കഴിച്ച പ്രസാദം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഇപ്പം എൻ്റെ ഏറ്റവും സുഹൃത്ത് കാസിം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവരുടെ മകനാണ് ഹസൻ. അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർ ഉമ്മയൊക്കെ മരിച്ചു, എൻ്റെ ഉമ്മ മരിച്ച പോലെ എൻ്റെ അമ്മ മരിച്ചത് അവരിങ്ങോട്ടും വരും. അപ്പോൾ ഞാൻ ഈ TTC 90 കഴിഞ്ഞതിന് ശേഷം 94 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പാലക്കാട്, ഇവൻ്റെ ജില്ല പാലക്കാട് ജില്ലയാണ്, നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പോൾ ആ പാലക്കാട് ജില്ലയെ വിളിച്ച് സ്നേഹം നിലക്കതിരുണ്ണാൻ വരുന്ന ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ മറ്റേ അങ്ങോട്ട് കത്തെഴുതും. ഇല്ലെങ്കിൽ സ്നേഹം നിലക്കതിരുണ്ണാൻ കതിരുകൾ ഉണ്ണാൻ അരിയുണ്ട്. അങ്ങനെ ഞാൻ അവനോടുള്ള സ്നേഹം, അവൻ്റെ വീട്ടിൽ നിന്ന് ഇത് വായിക്കും. വീട്ടിൽ നിന്ന് അവൻ്റെ ചേച്ചി രാധ എന്ന് പറഞ്ഞവർ വായിക്കും. ഞാനവിടെ പോയിട്ട് ആടിലെ ഗ്രാമീണ ജനത പറ്റി ഇങ്ങനെ ഞാനും അവനോട് സംസാരിച്ച് അതിൽ നടക്കും. അങ്ങനെ അങ്ങോട്ട് പോകും ഞാൻ.
നെന്മാർക്കടുത്താണ്. അവിടെയാണോ ആദ്യമായിട്ട് അനൗൺസ്മെന്റ് നടത്തിയത്? അല്ല, അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ക്ലബ്ബുകൾ, ഇപ്പോൾ കുറുക്കൂട്ടി, ഇപ്പം ഞാൻ പ്രവർത്തിച്ച എറണാകുളം കലാസമിതി, അവിടെ പോകും. അവിടെ പോകുമ്പം ഒരു 2 വാക്ക് സംസാരിക്കും. പിന്നെ അത് 3ആയിട്ട് മാറി. ആദ്യമായിട്ട് എനിക്ക് ഈ ആദ്യമായിട്ട് ഒരു നന്ദി പറയാനൊക്കെ ഉണ്ടായിരുന്നു. ആ നന്ദി പറയാൻ അവസരത്തിൽ ഞാൻ ആകെ എല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നി എനിക്ക്. കാരണം എനിക്ക് ആത്മവിശ്വാസമില്ല. എനിക്ക് നന്ദി പറയാൻ പറ്റുമോ, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ, ആത്മവിശ്വാസം ഒന്നും ഉണ്ടായിട്ട. അപ്പൊ നന്ദി പറയാൻ പറ്റാത്ത നിങ്ങളാണ് പിന്നീട് വലിയ അനൗൺസറായി മാറിയത്. അതെ അതെ അതെ. എത്ര അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടാവും ജീവിതത്തിൽ? ഒരുപാട് നടത്തിയിട്ടുണ്ട്. എണ്ണം കുറിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല, എണ്ണം കുറിച്ച് വെച്ചിട്ട് ഏറ്റവും ആരും വിളിച്ചാൽ നേരം പോകും. ആര് വിളിച്ചാലും പോകും. ഏതൊക്കെ ആദ്യം നടത്തിയ മനസ്സിൽ പതിഞ്ഞൊരു അനൗൺസ്മെന്റ് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ മൈക്കിൽ ഇങ്ങനെ ഈ മറ്റേ കോളാമ്പി പോലത്തെ മൈക്കാ കേട്ട്? അല്ല, സാധാരണ വയ്ക്കല്ലേ. ആ കോളാമ്പിലൊന്നും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ മൈക്രോഫോൺ കയ്യിലുണ്ട്? ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ വേണമെങ്കിൽ ഒരു ആങ്കറായിട്ട് വേണം നിൽക്കും. അനൗൺസർ മാത്രമല്ല, വേണമെങ്കിൽ ആദ്യം അനൗൺസ് ചെയ്ത മനസ്സിൽ പതിഞ്ഞൊരു അനൗൺസ്മെന്റ് പറയാൻ പറ്റുമോ? എപ്പോഴും പറയാൻ അത് ഏതാ പറയൂ, ഒന്ന് കേൾക്കട്ടെ. യന്ത്രവൽകൃത ലോകത്തിന്റെ മായിക വലയത്തിൽ പഞ്ചമാസ കർക്കിടകം പോലെ ശൂന്യമായ വർത്തമാന കാലഘട്ടം. ഒന്നിച്ചിരിക്കലും കുശലം പറച്ചിലും ഗ്രാമങ്ങളിൽ പോലും അന്യമായിരിക്കുന്നു. ഒരു നിശബ്ദ വിപ്ലവത്തിന് ജനത ആഗ്രഹിക്കുകയാണ്. അത് ആദ്യമായിട്ട് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്? അത് നമ്മളൊരു ക്ലബിന്റെ പരിപാടി ചെയ്യുമ്പോൾ ആ വിപ്ലവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവസാനം അതിനെ കണ്ടിന്യൂവേഷൻ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത്? അല്ല, നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഗ്രാമെല്ലാം പോയി നഗരങ്ങളായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നത്. പിന്നെ മനസ്സിൽ ഓർമ്മയുള്ളത് അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇവർക്ക് വ്യാപാരി വ്യവസായി സമിതിയിലെ മാത്തിൽ അത് അവസാനം അവർ ലാസ്റ്റിൽ ചെയ്തതിന് ശേഷം അവർ എന്നെ ഓർമ്മയുണ്ടോ? അതിന് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഉപഭോഗ സംസ്കാരത്തിന്റെ മലവെള്ളപ്പാച്ചിലക്കിടയിലും എന്ന് പറഞ്ഞിട്ടുള്ള ചിലത്. അതെങ്ങനെ എഴുതി തയ്യാറാക്കി കയ്യിൽ വെച്ച് നടക്കുകയാണോ എങ്ങനെയാ? അത് ഒരുപാട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ട്. പലതും കണ്ടാത്തോന്നും പല എന്താ പറയുന്നത്, പലപ്പോഴും ഞാൻ അത് കൊടുത്തിട്ട് അലസമ പോലും ഇത് പഴയ എന്തോ രേഖയാന്ന് തോന്നുന്നു. എത്രയോ കൊല്ലം മുമ്പ് ഇത് കുറേ എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇന്നലെ എഴുതുന്ന എഴുത്തായിരിക്കില്ല ഇന്ന് എഴുതുന്നുണ്ടാവും. മറന്നുപോയി. കുറേ ഉണ്ട്. അല്ല, ഇതുവരെ പുസ്തകം ആക്കിയിട്ടില്ല. ആലോചനയുണ്ടോ? എഴുതണം. പുസ്തകമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അനൗൺസ്മെന്റ് പോയാൽ തന്നെ ചില സമയം ഞാൻ ആടുന്ന കഷ്ണം എടുക്കും, വീടുന്ന കഷ്ണം എടുക്കും. ഇത് എഴുതിയിട്ട് പോയാൽ മതി. ശരിക്കും പറഞ്ഞാൽ അത് എഴുതി പോകാണ്ട് അങ്ങനെ പോകും. അപ്പോൾ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഉണ്ട്. എനിക്ക് ആദ്യം ഈ കുഞ്ഞുങ്ങളുടെ വായന പറഞ്ഞല്ലോ, അതെങ്ങനെയാണത്? അതിൻ്റെ ആ മുദ്രാവാക്യം എങ്ങനെയാണ് വന്നത്? കുഞ്ഞെഴുത്ത് നല്ലെഴുത്ത്, ആ ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കി ഞാൻ തന്നെയാണ്. ചെറിയ കുഞ്ഞെഴുത്തുണ്ട്. പലപ്പോഴും നമ്മുടെ വേണ്ടത്ര നമ്മൾ ശമ്പളം കിട്ടുന്നതിനനുസരിച്ച് പണിയെടുക്കുന്നില്ല എന്നല്ല തോന്നിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു നാട്ടിലെപ്പോഴും ഈ ചട്ടപ്പടി പണിയെടുക്കുന്ന ഏക വിഭാഗം അധ്യാപകരാണ്. അതിൽ കുറച്ച് നല്ല മനുഷ്യരുണ്ട്. രാത്രി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ചേർത്ത് നിർത്തുന്നവരുണ്ട്. അത് ചെറിയൊരു വിഭാഗമാണ്. പലരും ഇത് നമ്മുടെ പണി ഇത്ര എടുത്താൽ മതി എന്ന് തീരുമാനിച്ചവരാ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് താങ്കളുടെ ചിന്തകൾ എങ്ങനെയാണ് മാറിയത്? പലപ്പോഴും ഞാൻ സ്കൂളെത്തൽ വളരെ നേരത്തെ എത്തും. സ്കൂളിൽ 8 മണിക്ക് 8:15 ഞാൻ മിക്കവാറും സ്കൂളെത്തും. അവിടെ ഈ ഒരു ചർച്ച പൊതുസമൂഹത്തിൽ പത്രത്തിലെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് അക്ഷരം അറിയില്ല. ഇത്രയായിട്ട് കേരളം എല്ലാ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ അക്ഷരം അറിയില്ല. SLC ആയി അതില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് പ്രൈമറി അധ്യാപകരാണ് കൂടുതൽ ഏറ്റെടുക്കേണ്ടത് എന്നെനിക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ പ്രത്യേക രീതിയിൽ ഒരു 150-150 കുട്ടികളെ, പ്രത്യേകിച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവിടെ രക്ഷിതാക്കളെ മീറ്റിംഗ് വിളിച്ചു. അതൊരു പദ്ധതിയാക്കി മാറ്റി. അതിൻ്റെ AO-BP മനസ്സിലാക്കി അത് പദ്ധതിയാക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ഞാനിതും നിങ്ങൾ ചെയ്യുന്നല്ലാണ്ട് അത് അതിൻ്റെ രൂപത്തിൽ ഒരു പബ്ലിസിറ്റി ചെയ്യാൻ രൂപത്തിൽ ശ്രദ്ധിക്കില്ല. അവർ അതൊരു വാർത്തയാക്കി മാറ്റണം, അതൊരു പ്രത്യേകിച്ച് പരിപാടിയാക്കി മാറണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയാക്കി നേരത്തെ വരും. അപ്പോൾ അവർ ചിഹ്നങ്ങൾ അക്ഷരങ്ങളൊക്കെ പ്രത്യേകിച്ച് കാർഡിൽ എഴുതി വെക്കും. എഴുതി വെച്ചത് കൂട്ടി അടുപ്പിച്ച് വെക്കുക. അതുപോലെ തന്നെ ചില അക്ഷരങ്ങൾ, കിട്ടാത്ത അക്ഷരങ്ങൾ ഒച്ചത്തിൽ പറയുക, ഇന്നേ റൗണ്ട് ഇടുക. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പാട്ട് പാടിയിട്ട് ഇവിടെ കൊണ്ട് പാട്ട് പാടിക്കുക. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വളരെ നേരത്തെ 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 9-9:30 നമ്മുടെ ക്ലാസ് അതുവരെടുക്കും. അതുപോലെ ഉച്ചക്ക് പഠിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് ഗ്രൂപ്പാക്കിയിട്ടും അവർ എന്തെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ അവരെ സഹായിക്കുക. അങ്ങനെ ഒരു പരിധിവരെ മിക്കവാറും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊഴികെ ബാക്കിയുള്ള കുട്ടികളൊക്കെ എഴുതാൻ, നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചു. 140 കുട്ടികൾ വായനയുടെ ലോകത്ത് പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഇപ്പം നമ്മൾ പലപ്പോഴും ഈ നവമാധ്യമങ്ങൾ കാണാറുണ്ട്, രാഷ്ട്രപിതാവിൻ്റെ പേര് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ച് ആകാശം നോക്കിക്കുന്ന യങ്സ്റ്റേഴ്സിനെ, ന്യൂജൻ പിള്ളേരെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതികളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? വിദ്യാഭ്യാസ രീതി പൊതുവേ നമ്മൾ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഈ മേഖലനെ പലപ്പോഴും നിയന്ത്രിക്കുന്ന അധ്യാപകനും ചില പരിമിതികളുണ്ട്. അധ്യാപകൻ ഇന്ന് സ്വാതന്ത്ര്യമില്ല, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് അവകാശങ്ങൾ, ബാലാവകാശങ്ങൾ പലപ്പോഴും പേടിച്ചിട്ടാണ് നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ്, ഞാൻ PTA മീറ്റിംഗ് പറയില്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കൾ വേറെ തരത്തിലെടുക്കാൻ വേണ്ടി പാടില്ല. ഇന്നത്തെ രീതി കുഴപ്പമൊന്നുമില്ല. ആ രീതി ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
നന്നായി അധ്യാപകർ ആയിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇന്നത്തെ ഈ അറിയാത്തുള്ള പ്രശ്നങ്ങൾ, ഈ അക്ഷരം അറിയില്ല എന്നുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഗണിതം അറിയില്ല എന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മൂല്യങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു ശുചിത്വം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിച്ചെറിയും. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വളരെ മാതൃകാപരമായ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ വിമർശിക്കുന്നുണ്ടെങ്കിലും അവിടെ പല കാര്യങ്ങൾ നമ്മൾ വളരെ മോഡലായിട്ട് എടുക്കേണ്ട വളരെ നിലവിലുള്ള സിലബസ് തന്നെ മതി എന്നാണ് സിലബസ് നല്ല ഒരു സിലബസ് ചെറിയ ചോദ്യം എന്താ വെച്ചാൽ ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ അയാളുടെ ഇന്റർവ്യൂലൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, +2 കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിക്ക് ലഹരി ഉപയോഗം കൊണ്ടുള്ള ദുരന്തങ്ങളും ഗതാഗത നിയമങ്ങൾ പോലും അറിയാതെയാണ് പഠിച്ചിറങ്ങുന്നതെന്നൊക്കെ പറയുന്നു. ശരിക്കും ഈ നമ്മുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ആ തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണെന്ന് തോന്നി. അത് വേണം, പലപ്പോഴും ഉണ്ട്. അതാ പറഞ്ഞത്, അത് സമയം കിട്ടുന്നില്ല അധ്യാപകർക്ക്. ഇതൊക്കെ അതിൽ ഒരു പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിന് കൂടുതൽ ഉൾപ്പെടുത്തും വേണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, കുട്ടികളെ പണിയെടുപ്പിക്കണം. ഇപ്പോൾ പലപ്പോഴും നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി എന്നറിയില്ല, അല്ലെങ്കിൽ അടിച്ചു വാരാൻ അറിയില്ല ക്ലാസ്സിൽ, ഒഫൻസായി മാറും. വൈകുന്നേരം വരെ അവർ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ തന്നെ അടിക്കും. അടിക്കൽ ഞാൻ അവിടെ പറഞ്ഞു, പ്രാഥമികമായിട്ട് അച്ചടക്കം, അതുപോലെ ഒരു അടിക്കുക എന്നുള്ള പ്രാധാന്യം. എൻ്റെ ബാക്കിയുള്ള വിദ്യാഭ്യാസം പിന്നെയാണല്ലോ. അതുപോലെ മുതിർന്നവരോട് മുതിർന്നവരോട് ബഹുമാനം ഇല്ലല്ലോ, ഇല്ല അങ്ങനെ ബഹുമാനിക്കേണ്ടതില്ല എന്നൊരു കൾച്ചർ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തന്തവൈബും എല്ലാം കടന്നു. പലപ്പോഴും നമ്മൾ ഇതിൽ ഇപ്പം ചാനൽ ചർച്ചയിൽ നമ്മളിപ്പോൾ അധ്യാപനം അടിച്ച ഇപ്പം ഹൈക്കോടതി പറഞ്ഞു ചൂരിൽ അധ്യാപനം തിരിച്ചു കൊടുക്കേണ്ട സമയം ചെയ്യുന്നുണ്ട്, കൊടുക്കേണ്ട സമയം. ഈ താങ്കൾ ഒരു ജൈവ കർഷകൻ എപ്പോഴാണ് രൂപപ്പെടുന്നത്? ശരിക്കും ഈ പണിക്കിടയിൽ ഒരു ജൈവ കർഷക കൂട്ടായ്മയിലൊക്കെ താങ്കൾ ഉണ്ട്. അത് എങ്ങനെയാണ്? നേരത്തെ പരിസ്ഥിതി ബോധം എൻ്റെ മനസ്സിൽ മുമ്പേ ഇല്ല. എൻ്റെ ഗ്രാമം ഇത് സംരക്ഷിക്കപ്പെടണം. നഗരങ്ങളാകുമ്പോഴേക്ക് ഒരു ഭീതിയാണ്, വലിയ സൗകര്യങ്ങൾ. അപ്പം വരുമ്പോൾ ആരും ഞാൻ പറയാം, എൻ്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, മഹാനഗരങ്ങളിലെ ഒറ്റപ്പെട്ട മനുഷ്യൻ. മഹാനഗരങ്ങളിൽ ഞാൻ ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് പല ക്യാപ്ഷൻ ഇടും. അസത്യങ്ങൾ ആർത്തു ചിരിക്കുന്ന കാലം, അങ്ങനെ ഒരുപാട് അതിൽ എൻ്റെ ആശയങ്ങൾ മിക്കവാറും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതിയോടും ഇതിനോടുള്ള താല്പര്യം. അത് മാത്രമല്ല, ഇപ്പം ആശുപത്രി മാഫിയകൾക്കെതിരെ ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിരന്തരമായിട്ട് അതിൻ്റെ ഒരു ഞാനൊരു അജണ്ട ഏറ്റെടുത്തു. ഈ ജൈവ കർഷക കൂട്ടായ്മ എന്താണ്, അതിൻ്റെ പേരെന്താണ് ആ സംഘടനയുടെ? അത് രണ്ട് തരം കൂട്ടായ്മകളുണ്ട്. ഒന്ന് പനങ്ങാട് ഓർഗാനിക് പോയിന്റ് പറഞ്ഞ് കരുണാകരൻ പനങ്ങാട് നേതൃത്വം കൊടുക്കുന്ന, അയാൾ മാത്രം ചെയ്യുന്ന ഒരു 600ഓളം ആളുകൾ മെമ്പർമാർ, കർഷകരും കലാരംഗത്തുള്ള ആളുകൾ യോജിച്ചുകൊണ്ട് ഒരു സംഭവമുണ്ട്. പനങ്ങാട് 5 ഏക്കറിൽ ജൈവ കൃഷിയാണ് സമ്പൂർണ്ണമായിട്ടില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗാന്ധി ജീവിച്ചിരുന്നു എന്ന് പലപ്പോഴും ആളുകൾ സംശയം തോന്നും. അതുപോലെ കരുണാകരൻ പനങ്ങാട് എന്നൊരു മനുഷ്യൻ ഇപ്പോൾ പലപ്പോഴും ഈ ജൈവ കൃഷിനെ കുറിച്ചിട്ട് ആളുകൾ പറയുമ്പോൾ ജൈവ കൃഷിയല്ല, അതിൽ നിന്ന് നമുക്ക് ഉൽപ്പാദനം ഉണ്ടാവില്ല എന്ന് ആളുകൾ പറഞ്ഞൊരു സമയമുണ്ട്. അല്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വൈവിധ്യമേറിയ കൃഷികൾ പച്ചക്കറി ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കുരങ്ങൻ്റെ ശല്യമുണ്ട്, വന്യമൃഗ ശല്യമുണ്ടെങ്കിൽ കൂടി ഫ്രൂട്ട്സ് കുറേ വെച്ചിട്ടുണ്ട്. പച്ചക്കറി പ്ലേസ് കുറച്ചു, കാരണം നിരന്തരമായി മുമ്പേ ചെയ്തുകൊണ്ട് പച്ചക്കറി വീട്ടിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മൾ ചെയ്യലുണ്ട്. ഇപ്പോൾ കുറേ കുറഞ്ഞു. അത് കാരണം ജൈവ കൃഷിയിൽ സജീവ സാന്നിധ്യമാണ്. അങ്ങനെയാണ്. ഈ കവിത എഴുതാറുണ്ടോ? കവിത കുഞ്ഞു കവിത എഴുതും. ഏതൊക്കെ എഴുതിയ കവിത വായിക്കാൻ ഒന്ന് കവിത പാടാറുണ്ടോ? കവിത ആലപിക്കാറുണ്ടോ? കവിത ചെറിയ രൂപത്തിൽ ആലപിക്കും. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ഏതാണ്? ONV കുറുപ്പാണ്. ONVയുടെ ഏത് വരികളാണ് താങ്കളുടെ ഹൃദയത്തിലെ പല എപ്പോഴും ഇങ്ങനെ പാടാൻ വെമ്പുന്ന വരികൾ ഏതാണ്? അതൊന്ന് ഇതാണ്, ഏതാണ്? ഭൂമിക്കൊരു ചരമഗീതമാണ്. പാട് 4 വരി കവിത ആയിക്കോട്ടെ പ്രേക്ഷകർക്ക്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. എൻ്റെ വരികൾ അത് യാത്രകളെ പ്രണയിക്കാറുണ്ട്. ഇപ്പോൾ താങ്കൾ പല സംഘടനകളും താങ്കളോടൊപ്പം സഞ്ചരിക്കുന്ന ചില പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ പരിപാടികളൊക്കെ എങ്ങനെയാണ് താങ്കൾ അതിനെ കൊണ്ടു നടക്കുന്നത്? പലപ്പോഴും യാത്രകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. എങ്ങനെയാണ് അതിനെ താങ്കൾ ആസ്വദിക്കുന്ന ഏത് ആംഗിളിലാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇപ്പം അത് നമ്മൾ ഇപ്പം ഇതിനു മുമ്പ് പയ്യന്നൂർ കുറേ അധ്യാപകർ പയ്യന്നൂർ സബ് ജില്ലയിലെ കുറേ അധ്യാപകർ ചേർന്നിട്ട് നമ്മൾ സാംസ്കാരികമായിട്ടുള്ള പ്രദേശങ്ങൾ, പക്ഷേ ആലപ്പുഴ കുട്ടനാട് തകഴിയുടെ വീട്, അതോടൊപ്പം തന്നെ നമ്മുടെ കുമാരനാശാൻ മരിച്ച ആ സ്ഥലങ്ങൾ അത് ചർച്ച ചെയ്യുക. അങ്ങനെയുള്ള ചർച്ചകൾ അവിടെ വെറുതെ ഇപ്പം മലയാള കൂട്ടായ്മ, ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുന്നൊരു പരിപാടിയാണ് മലയാള കൂട്ടായ്മ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് സംവദിക്കുക, അങ്ങനെയുള്ള ചർച്ചകൾ എല്ലാ മേഖലയും ഇങ്ങനെ കടന്നുപോയി. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ എന്തൊക്കെ റോളാണ് വഹിച്ചിട്ടുള്ളത്? ലഹരി വിരുദ്ധ പോസ്റ്റർ ഞാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഉപയോഗിക്കാറില്ല. ഇതുവരെ മദ്യപിച്ചിട്ടില്ല. ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എൻ്റെ കൂടെയായിട്ട് പലരും മദ്യപിച്ചിരുന്നതിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള മേഖലകളിലാണ്. അട്ടാഞ്ചേരിയിൽ ജീവിച്ചിട്ടും ഒരു സ്മോൾ അടിച്ചിട്ടില്ല? ഇല്ല, അടിച്ചിട്ടില്ല. അതെൻ്റെ ഒരു ആദർശമാണ്.
പലപ്പോഴും 100% ആദർശം നടപ്പിലാക്കാൻ പറ്റൂല. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നടത്താറ് സാധാരണ? ലഹരി വിരുദ്ധ പോരാട്ടം പലപ്പോഴും എൻ്റെ പോരാട്ടങ്ങൾ ഇപ്പം പൊതുവേ ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ക്യാപ്ഷനുകളായി മാറി, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയില്ല കടലാസുകൾ മാത്രമായി മാറി. ഞാൻ വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ട് എല്ലാവരോടും ഇപ്പം ഞാൻ കുറച്ച് ചുരുക്കിയത് കാരണം എനിക്ക് ഒരുപാട് തിരക്ക് വരുമ്പോൾ നടത്താൻ വേണ്ടി പറ്റുന്നില്ല. ആളുകളോട് സംസാരിക്കും അതിനെതിരായിട്ട്, നീ ഇന്ന രീതിയിൽ ജീവിക്കണം. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പലപ്പോഴും അവരങ്ങനെ പോയിനോ എന്നുള്ളത് വേറെ സത്യമാണ്. അവർക്ക് പൈസ കടം കൊടുക്കും, എനിക്ക് 2000 1000 കുറേ പൈസ കിട്ടാനുണ്ട്, തിരിച്ചു തരില്ല. ചിലപ്പോൾ ചിലർക്ക് തിരിച്ചാൻ കഴിവാൻ അവർക്ക് കഴിവുണ്ടാവില്ല. അങ്ങനെയുള്ള നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ഉപേക്ഷിക്കും. വിധികർത്താവിന്റെ റോളിലൊക്കെ പോകാറുണ്ട്. ഉണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് വിധി നിർണ്ണയിക്കാറുള്ളത്? അത് ഇതുപോലെ കവിത, പ്രസംഗം, സ്കൂളിലായാലും പ്രസംഗിക്കാറുണ്ട്, പ്രഭാഷണം നടത്താൻ പോകാറുണ്ട്. ഏതൊക്കെ വിഷയങ്ങളാണ് പ്രഭാഷണത്തിൽ കടന്നു വരാറ്? അത് പ്രത്യേകിച്ച് സാംസ്കാരികമായിട്ടില്ല. സാംസ്കാരികം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ പല മേഖലകളാണ്. അതെ. അതിലേറ്റവും താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒന്ന് പരിസ്ഥിതി, മറ്റൊന്ന് ഇന്ന് ഉണ്ടാവുന്ന മൂല്യച്ചുകൾ. എന്തൊക്കെയാണ് താങ്കൾ കാണുന്നത് സാംസ്കാരിക രംഗത്തും പൊതുരംഗത്തും? ഒന്ന് സത്യം നിലനിന്നില്ല, അതാണ് പറഞ്ഞ അസത്യങ്ങൾ ആർത്തിച്ചിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ലോകത്തിൽ എനിക്കൊന്ന് ഭാവിയിൽ ഏറ്റവും കൂടുതൽ വിലയുണ്ടാവാൻ പറ്റുന്നൊരു സാധനം സത്യമായിരിക്കും എന്നുള്ളതാണ്. ഒരു കമ്പനി അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും സത്യസന്ധമായ ഒരാളെ കിട്ടണം, അല്ലെങ്കിൽ എന്നെ ചതിക്കാത്ത ഒരാളുണ്ടാവണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും ലോകത്തിൽ ഭാവിയിൽ പൈസക്കാരികൾ ഏറ്റവും വലിയ ഉണ്ടാവുക. അപ്പം വെള്ളത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുപോലെ സത്യത്തിന് വേണ്ടി യുദ്ധം ഉണ്ടാവും. സത്യമില്ല ആളുകളെ കണ്ട് വളരെ അപൂർവം മാത്രമേ ഉണ്ടാവും. മനുഷ്യരെ തേടിയുള്ള ഓട്ടമായിരിക്കും ഇനി കാണുക. ഈ അധ്യാപകൻ എന്ന റോള് ഇനി എത്ര കാലം ഉണ്ടാവും? കാരണം എന്താ വെച്ചാൽ താങ്കളൊക്കെ പഠിച്ച അറിവ് ശേഖരിച്ചിട്ട് കുട്ടികൾക്ക് ഇത് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ നൽകുന്ന ആളുകളായിരുന്നു. ഇന്ന് കയ്യിൽ മൊബൈലിൽ ഒരു കുട്ടിക്കും തൻ്റെ ഏത് സംശയവും, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൊബൈലിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചാൽ AI പറഞ്ഞു കൊടുക്കും. ഏത് ചോദ്യത്തിനും ഉത്തരമുള്ള ഒരു യന്ത്രം കയ്യിലുള്ളപ്പോൾ ഇനിയുള്ള അധ്യാപകൻ്റെ റോൾ എന്തായിരിക്കും? ഇനിയുള്ള അധ്യാപകൻ്റെ റോൾ നേരത്തെ പറഞ്ഞ വാക്യം, അവർക്ക് എല്ലാ സാങ്കേതിക വിദ്യ ഉണ്ട്. എൻ്റെ മകനായാലും എന്നെക്കാൾ വേണം പഠിപ്പിക്കും. നമുക്കൊന്നും അറിയില്ല ആ മേഖലയിൽ, പക്ഷെ അവരെ ശരിയായി നടത്തുക, ഒരു മനുഷ്യനായി നടത്തുക എന്നുള്ളത്, മനുഷ്യനായി നടത്തുക എന്നുള്ളത് പുതിയ ചിന്തകൾ, പുതിയ കാലം. ഇപ്പം വേടന്റെ വരികൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ വല്ലാതെ ആകർഷിക്കുന്നു. തൊപ്പി എന്ന ചെറുപ്പക്കാരൻ തെറി പറഞ്ഞ് കുട്ടികളെ മുഴുവൻ കൂടെ ചേർക്കും. അപ്പൊ വേടനും തൊപ്പിയും ഒക്കെ ഉണ്ട് നാട്ടിൽ. അതൊക്കെ ശരിയാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ചെറിയ മക്കളാണ്, 20 വയസ്സിൽ താഴെയുള്ളവരാണ് ഈ പ്രവാഹം പോലെ ഇവരിലേക്ക് ഓടിയെത്തുന്നത്. എന്ന് പറഞ്ഞാൽ കള്ളിന്റെ മഹിമ പറയുന്ന വേടനും തെറി ആണ് രാജ്യത്തെ ഏറ്റവും വലിയ സാധനം, പച്ചത്തെറി വിളിച്ചു പറയുന്ന വേടനും തൊപ്പിയും. ഇവർ റോൾ മോഡൽ. ഗാന്ധിജിയും നെഹ്റുവും ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും ഒക്കെ റോൾ മോഡലായിരുന്ന പഴയ തലമുറയിൽ നിന്ന് വേടനും തൊപ്പിയും റോൾ മോഡലാകുന്ന ഇന്നത്തെ തലമുറയിലേക്ക് സഞ്ചരിക്കുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് മനുഷ്യനെ സുഖിക്കാൻ വേണ്ടിയിട്ടുള്ള, മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടൊരു ഇതാണ് സുഖിക്കുക എന്നുള്ളത്. പലപ്പോഴും ലഹരി ഒരു ഇതാണ്, ഏറ്റവും സുഖകരമായൊരു കാര്യമാണ്. സ്ത്രീ ആയാലും സുഖിക്കുക എന്നുള്ള മനുഷ്യൻ്റെ ചൂഷണം ചെയ്യുന്ന, ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരത്തിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന പുരുഷനെ സുഖിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ പറയുന്നുണ്ട്, അവിടെയും സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം, സ്ത്രീ എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പുരുഷ മേധാവിത്വം തന്നെയാണ്. അപ്പോൾ അതിൽ സുഖിക്കാനുള്ള ഒരു രീതി അതൊക്കെ അവസാനിക്കും. ഇത് വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഭാവിയിൽ അത് തിരിച്ചൊരു ഓട്ടം ഉണ്ടാവും, ഒരു ചാക്രിക എന്നല്ല. ഇതൊക്കെ മാറി വീണ്ടും പ്രകൃതിയിലേക്ക് മനുഷ്യനെ തിരിച്ചിടും. അതിൻ്റെ ഭാഗമായിരിക്കാം ഞാനൊക്കെ ചിലപ്പോൾ ജൈവ ചന്തയും അതുപോലെ ജൈവ ഇത് നടത്തുന്നത്. അപ്പോൾ വിപ്ലവങ്ങൾ ഉണ്ടാവും, അതിൽ ആരും സംശയമില്ല. ഈ കുട്ടികളൊക്കെ തന്നെ ഇതിലേക്ക് വരും, പണിയിലേക്ക് മടങ്ങി വരും. പുതിയ കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ താങ്കൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പഴയ പോലെ പണ്ട് കുട്ടികൾ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളോട് നിൽക്കാൻ പറയാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ തരണം? സ്നേഹത്തോടെ വരും. ഞാൻ പലപ്പോഴും എൻ്റെ അച്ഛൻ എന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ അധ്യാപകർ എങ്ങനെയാണ് പഠിപ്പിച്ചിനി, അതുപോലെ ഞാനിപ്പോൾ ആദ്യകാലഘട്ട ശിക്ഷണം ഉണ്ടായിനി. ഒന്ന് പറഞ്ഞാൽ 2 അടി കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അത് മാറ്റിയുള്ള സ്നേഹത്തോടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നീ ഇന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്, ഇപ്പം നിൻ്റെ വളരെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ആസ്വാദനക്കുറിപ്പ് നന്നായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പല കുഞ്ഞുങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാലും പല വെല്ലുവിളികളുണ്ട്. കാരണം അവർ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഞാൻ ഒരു കഥ പറയുമ്പം അവർ തെറ്റായി ഞാൻ അവനൊരു 5-8 ഇഡ്ഡലി നിന്ന കുഞ്ഞാന്ന് പറഞ്ഞു, അത് വലിയ പ്രശ്നമായിട്ട് മാറി. ഞാൻ അവനെ ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഓൻ ആരോ തടിയെന്ന് വിളിക്കലുണ്ട്. ഞാൻ ആ ക്ലാസ്സിൽ ആദ്യമായിട്ട് പോകുന്നതാണ്, ഒരു 3ാം ക്ലാസ്സിൽ. ഒരു ചൈതന്യം ഒരു കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അത് വീട്ടിൽ പോയിട്ട് മറ്റു വീട്ടിലതിന് ശേഷമാണ് തടിയാന്തോ വിളിച്ചു വന്നു, നീ ഇത്ര ഇഡ്ഡലി എന്നല്ലേ. അത്തരത്തിലൊരു രക്ഷിതാക്കൾ എന്നെ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ചൈൽഡ് ലൈനിനെ വിളിക്കണമല്ല, ഞാനത് പറഞ്ഞ അദ്ദേഹമായിട്ട് പറഞ്ഞിട്ടത് അവസാനിപ്പിച്ചു. എന്താ പറഞ്ഞ 5-8 നീ ഒരു കഥാപാത്രത്തെ പറഞ്ഞാണ്, ഇവനെ പോലെ 5-8 ഓർച്ച് തടിച്ച കുട്ടി, അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടാ
കുറച്ച് തടിച്ച കുട്ടിയാണ്. അപ്പോഴേക്ക് മാഷ് എന്താ അതിന് പറയുക, ശാരീരികമായിട്ട് ഷെയിം ചെയ്യുന്നു. അതേപോലെ എനിക്ക് ബോഡി ഷെയ്മിങ്ങിൽ ബോഡി ഷെയിമിങ്ങിൽ പ്രതിയായിട്ട് മാറി. നോൺ ബൈലബിൾ ഒഫൻസാ. അതെ 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 അതെ. ഞാൻ ആ പ്രതിസന്ധിയാണ് ഞാൻ ചോദിക്കുന്നത്. ആ പ്രതിസന്ധി ഉണ്ട്, അധ്യാപകനുണ്ട്. എളുപ്പമല്ല. ഈ അധ്യാപന രീതി എന്നുള്ളത് പോലീസിനെ പോലെയാണ്. പോലീസിനെ ഏത് സമയം നമ്മൾ തിരിഞ്ഞു കൊത്തും. അതെ തിരിഞ്ഞു ഇതിനൊരു 5 വർഷം ഉണ്ട്. 5 വർഷം കുട്ടികൾ അടി തിരിഞ്ഞു കൊത്താതെ, കുട്ടികളുടെ അടി കൊള്ളാതെ എങ്ങനെ സർവീസ് പൂർത്തിയാക്കാന്നുള്ളതാണ് ആഗ്രഹം മാത്രമല്ല ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ അധ്യാപക ലോകത്തെ കുറിച്ച്, താങ്കളുടെ ലോകം അധ്യാപക ലോകമാണ്. ഈ അധ്യാപക ലോകത്തെ കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം എന്താ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ആ ഒരു ലെവലിൽ തങ്ങളുടെ ആ ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അങ്ങനെയുള്ളവരെ താങ്കൾ ഈ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തീരുമാനിക്കുന്ന അധ്യാപകരിലേക്ക് താങ്കളുടെ കണ്ണുകൾ എങ്ങനെയാണ് പായുന്നത്? അത് പലപ്പോഴും നമ്മൾ തൊഴിലിനെ സ്നേഹിക്കുക എന്നുള്ള രീതിയിൽ തൊഴിലിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ വേതനത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഒരുപാട് മാറുന്നത്. അധ്യാപന രീതി മാത്രമല്ല, എല്ലാ മേഖലയും മാറുന്നത്. എല്ലാ മനുഷ്യരും മാറണം, അതോടൊപ്പം അധ്യാപകരും മാറണം. നമ്മുടെ പുതിയ തലമുറയോട് എന്താണ് താങ്കൾ ഈ വ്യത്യസ്ത മേഖലകളിൽ സഞ്ചരിക്കുന്ന താങ്കൾക്ക് പറയാനുള്ള ഒരു വാക്കുകൾ എന്താണ്? ഒന്നായിട്ട് നമ്മൾ ഏതെങ്കിലും നമ്മുടെ രീതിയിൽ ഒരു മേഖല നമ്മുടെ രീതിയിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ തൻ്റെ മേഖല കണ്ടെത്തണം. എന്നെ സംബന്ധിച്ചത് കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല, പലപ്പോഴും കുറച്ച് വൈകിപ്പോയി. എൻ്റെ മേഖല താങ്കൾ ഇപ്പോഴും അസംതൃപ്തനാണോ? ശരിക്കും അസംതൃപ്തനാണ്. എന്തുകൊണ്ട്? എനിക്ക് വേണ്ടത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. താങ്കൾ ഇത്രയും മേഖലകളിൽ ചിത്രരചന, പ്രഭാഷകൻ, ജൈവ കർഷകൻ എന്ന് വേണ്ട സമസ്ത മേഖല, താങ്കളിപ്പം പറഞ്ഞ് ടച്ച് ചെയ്തു പോയ മേഖല എനിക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര മേഖലയാണ്. അത്രയും മേഖലകളിൽ കൈവച്ച താങ്കൾ ഈ ആഗ്രഹിക്കുന്ന മേഖല ഏതാണ്? താങ്കളിൽ ഈ മേഖല അസംതൃപ്തിയുടെ വിത്തുവാകുന്ന ഏത് മേഖലയിലേക്കാണ് താങ്കൾക്ക് പോകേണ്ടത്? ഇപ്പൊ ചിത്രരചന നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടാണെന്നുള്ള വിശ്വാസമുണ്ട്. ചിത്രരചന പഠിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്തത്? ജൈവകർഷനായത് പഠിച്ചിട്ടാണോ? കവിത എഴുതിയത് പഠിച്ചിട്ടാണോ? പ്രഭാഷകനായത് പഠിച്ചിട്ടാണോ? ഇന്ന് പ്രഭാഷകനാകാൻ ട്രെയിനിങ് കൊടുക്കുന്ന കാലാണ്, പ്രസംഗിക്കാൻ പരിശീലനം കൊടുക്കുന്ന കാലാണ്, കൃഷിക്കാരനാകാൻ പരിശീലനം കൊടുക്കുന്ന കാർഷിക വകുപ്പുകളാണ് നമ്മുടെ. ഇതൊന്നുമില്ലാതെ താങ്കൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് താങ്കളിൽ അസംതൃപ്തിയുടെ ആ ഒരു കിരണങ്ങൾ ഇന്നും കിടക്കുന്നത്? ഏത് മേഖലയിലാണ് താങ്കൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന മേഖല ഏതാണ്? ഇനി ഞാൻ പറഞ്ഞില്ല, പൊതുവേ എനിക്ക് ഇത് ഒരു കൂട്ടായ്മ, ഒരു സർഗാത്മകത രീതിയിൽ ഇന്ന് പൊതുസമൂഹത്തിൽ ഒരു കർഷക സംഘടനയായാലും ഏത് സംഘടനയായാലും സർഗാത്മകമായി ഒന്നും നടക്കുന്നില്ല. കുറേ ചിട്ടയായ ചില പ്രവർത്തനം നടക്കുന്നുണ്ട്, സമൂഹത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തീവ്ര യത്നത്തിന് തുടക്കം കുറിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് താങ്കളുടെ അച്ചീവ്മെന്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഓക്കെ താങ്കളുടെ ജീവിതത്തിൽ ഇപ്പം അച്ഛൻ അമ്മ കഴിഞ്ഞു, സഹോദരൻ പറഞ്ഞു, ജീവിത പങ്കാളിയെ ഏത് മേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത്? അത് നമ്മൾ പാരമ്പര്യമായിട്ട് കണ്ടെത്തിയത്. എങ്ങനെയാണ് അതിന്റെ ഒരു റൂട്ട്? എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് പോകുമല്ലോ, ജാതകം അന്വേഷിച്ച് പോകുമല്ലോ. നേരത്തെ പറഞ്ഞ ജാതകം സംഭവം ഉണ്ടല്ലോ, അത് അന്വേഷിച്ച് കൊള്ളുക. അച്ഛൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പല സ്ഥലത്തും ഒരു സ്ഥലത്ത് എത്തപ്പെട്ടു. എന്താണ് പേര്? ദിവ്യ അന്തർജനം കൂടെ ഉണ്ടോ? പേരിന്റെ കൂടെ ഇല്ല. ദിവ്യ എന്ന് മാത്രമേ ഉള്ളൂ? അതോ ദിവ്യ നാരായണനോ? ഇല്ല, ദിവ്യ എന്ന് മാത്രമേ ഉള്ളൂ. മക്കള് രണ്ടുപേരുണ്ട്. ഒരാളുടെ പേരെന്താ? ഒരാൾ കൃഷ്ണജിത്ത്, മറ്റേ ദേവജിത്ത്. ഈ പേര് വരാൻ ഒരു കാരണമുണ്ട്. നമുക്ക് അച്ഛന്റെ പേരാണ് കൃഷ്ണ എന്നുള്ള പേരിട്ടു ആദ്യം. അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. അത് വേണ്ടത്ര ഒരു പരിഷ്കാരം പോരാ വെച്ച് കൃഷ്ണ ജിത്താക്കി. പിന്നെ അമ്മയുടെ അച്ഛൻ്റെ പേരാണ് ദിവാകരനാണ്, അത് ദേവജിത്താക്കി മാറ്റി. പരിഷ്കാരത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എൻ്റെ ഒരു സമ്മർദ്ദം അല്ല, ഞാൻ ഏത് പേരല്ല, എൻ്റെ പേര് നാരായണെന്നാണല്ലോ. ഇതൊക്കെ ഭാവിയിൽ ഈ പഴയതൊക്കെ നാരായണ പേര് ലുക്കില്ലാന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. നാണു നാരായണ എന്നൊക്കെ പറഞ്ഞ ഒരു സുഖമില്ല. കുമാരൻ ഇത് ഭാവിയിൽ പുതിയ പേരായിട്ട് മാറും. ഇത് കാലടി ഉണ്ടാവില്ല, പുതിയ പേരാണ്. ലക്ഷ്മി എന്നുള്ളത് പുതിയതായിട്ട് മാറിയില്ല, അത് മാറും. ലക്ഷ്മിയുടെ ഇപ്പം വന്നു വീണ്ടും തിരിച്ചു വന്നു. അതെ, ഈ ഐഡന്റിറ്റി നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന രൂപം. ഇപ്പം മതം, പലപ്പോഴും ഒരു മതം എന്നുള്ളത് നമ്മളൊരു വേഷം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാളെ സംഭവം അല്ല, അത് നമുക്ക് തോന്നുന്നു ഇങ്ങനെ ഇസ്ലാം എന്നാണ് ഇന്നാളാണ് തോന്നുന്നത്. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാളെ നമ്മൾ കണ്ടതായിരിക്കും. ഇന്ന് പറഞ്ഞ പോലെ നാരായണൻ എന്നുള്ള പേര് പഴയതാണ്, നമ്മുടെ മനസ്സിൽ ഈ ഒരു തലമുറ അങ്ങനെ ആക്കി വെച്ചതാണ്. നാളെ അത് പുതിയതായിട്ട് മാറും. ഐഡന്റിറ്റി പലപ്പോഴും നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ താങ്കളുടെ സ്വപ്നങ്ങൾ ഈ ലെവലിലാണ്. സമൂഹത്തിലെ സമഗ്രമായ മാറ്റങ്ങൾക്ക് വേണ്ടി മുന്നേറാൻ പറ്റിയിട്ടില്ല എന്ന തോന്നൽ ഇപ്പോഴും ഉണ്ട്. ഒരു സംഘടനാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സമാന മനുഷ്യർ നമ്മളെ യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത് അവസാനമായി? ഇത് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ സത്യസന്ധമായി ജീവിക്കുക, നമ്മുടേതായ മേഖല കണ്ടെത്തുക, അതോടൊപ്പം തന്നെ കുറച്ച് സമയമെങ്കിലും മറ്റവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം അല്ലേ? നമ്മുടെ സമയം തീരുകയാണ്. അപ്പോൾ നാരായണ മാഷോടൊപ്പമുള്ള ഈ സക്സസ് സ്റ്റോറി വളരെ രസകരമാണ്. ഒരു മനുഷ്യന് ഏതൊക്കെ മേഖലകളിൽ കൈവെക്കാമെന്ന് അദ്ദേഹം ഇനിയും എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് മുഴുവൻ ചോദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എല്ലാ മേഖലയിലും, ചിത്രകാരനായാലും പ്രഭാഷകനായാലും ജൈവകർഷകനായാലും അധ്യാപകൻ്റെ റോളിലായാലും അല്ലെങ്കിൽ അനൗൺസറുടെ റോളിലായാലും
അദ്ദേഹം എഴുതി വെച്ച കുറിപ്പുകളൊക്കെ ഒരു പുസ്തകമാക്കും എന്ന് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ കവിതകളും പുസ്തകമാകണം. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു സമഗ്രമായ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് സക്സസ് സ്റ്റോറിക്ക് ഇവിടെ പറയാനുള്ളത്. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ അധ്യായം സമർപ്പിക്കുമ്പോൾ ഇത് ഇന്നത്തെ തലമുറ ഇരുന്ന് കാണണം. കാരണം കടന്നു വന്ന വഴികൾ രസകരമാണ്. മനുഷ്യൻ തീരുമാനിച്ചാൽ ഏത് വഴിയിലൂടെയും കടന്നു പോകാം എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പങ്കെടുത്ത നാരായണൻ പുതുമനയ്ക്കും പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.